Good morning, guys. So, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇസ് എപ്പിഡമോളജി. എൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഡെൻറ്റിസ്ട്രി സോപ്പൻ പീറ്റർ, അതിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ, ദാറ്റ് ഇസ് 6th എഡിഷൻ, ആൻഡ് പാർക്ക് ടെക്സ്റ്റ് ബുക്ക് ഓഫ് പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ 24th എഡിഷൻ. ഓക്കെ. എപ്പിഡമോളജി. സോ എപ്പിഡമോളജി എന്ന് പറയുന്ന വേർഡ് 3 ഗ്രീക്ക് വേർഡ്സ് നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം: എപ്പി, ഡീമോസ് ആൻഡ് ലോഗോസ്. So what does epi means? Epi means among, demos means people, population or man, logos means to study. So ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും എന്താണ് എപ്പിഡമോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് എനിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ടു പീപ്പിൾ. അതായത് ഹ്യൂമൻ പോപ്പുലേഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻസിൽ നടത്തുന്ന ഏത് ടൈപ്പ് ഓഫ് സ്റ്റഡിയാണ് നമ്മൾ എപ്പിഡമോളജി എന്ന് പറയുന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ? അപ്പം ഇത്രയേ ഉള്ളൂ എപ്പിഡമോളജി. സോ നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എപ്പിഡമോളജി? സോ ഹീസ് ജോൺ സ്നോ. ഓക്കെ. സോ ജോൺ സ്നോ ആണ് നമ്മൾ ഫാദർ ഓഫ് എപ്പിഡമോളജി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ജോൺ സ്നോ ഹി വാസ് ബേസിക്കലി എ ഫിസിഷ്യൻ ഫ്രം ഇംഗ്ലണ്ട്. അപ്പം 18th സെഞ്ച്വറിയിൽ കോളറ ഔട്ട് ബ്രേക്ക് ഉണ്ടായി, കുറേ പേര് മരിച്ചു, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഇംഗ്ലണ്ടിൽ 18th സെഞ്ച്വറിയിൽ ഉണ്ടായി. അപ്പോൾ ഈ കോളറ ഔട്ട് ബ്രേക്കിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ചത് ജോൺ സ്നോ ആണ്. സോ ഹിസ് സ്റ്റഡി ഓൺ കോളറ വാസ് ദ ഫസ്റ്റ് എവർ സ്റ്റഡി ഇൻ ദ വേൾഡ്. സോ അതുകൊണ്ടാണ് നമ്മൾ ജോൺ സ്നോനെ എപ്പിഡമോളജിയുടെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. സോ റിമെമ്പർ ദിസ്, ജോൺ സ്നോ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എപ്പിഡമോളജി. ഇത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ. ഇനി നമ്മൾ എപ്പിഡമോളജിയുടെ ഡെഫിനിഷനിലേക്ക് പോവാണ്. 3 ഡെഫിനിഷൻസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വൈഡ്ലി അക്സെപ്റ്റഡ് ഇൻ ലിറ്ററേച്ചർ ഇസ് John M. Last's definition. The definition which was given by John M. Last is most widely accepted. അപ്പോൾ നിങ്ങൾ ഈ പേര് ഓർത്ത് വെക്കണം, ജോൺ എം ലാസ്റ്റ്. ഹി ഗേവ് ഡെഫിനിഷൻ ഇൻ 1988. ആൻഡ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ ഡെഫിനിഷൻ തന്നിട്ട് ഹൂ ഹാസ് ഗിവൺ ദിസ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. സോ റിമെമ്പർ ദിസ് നെയിം, ജോൺ എം ലാസ്റ്റ് ഇൻ 1988. ഓക്കെ. അപ്പോൾ ഞാൻ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ ബ്ലൂവിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ടേംസ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അടുത്ത സ്ലൈഡ്സിൽ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. സോ ഞാൻ ഡെഫിനേഷൻ വായിക്കാം. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റ്സ് ഓർ ഇവൻറ്റ്സ് ഇൻ എ സ്പെസിഫൈഡ് പോപ്പുലേഷൻ ആൻഡ് ദ അപ്ലിക്കേഷൻ ഓഫ് ദ സ്റ്റഡി ടു കൺട്രോൾ ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻസിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ് അതിന് നമ്മൾ പഠിക്കും. എന്നിട്ട് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ആ സ്റ്റഡി, അപ്ലിക്കേഷൻ ഓഫ് ദിസ് സ്റ്റഡി ടു കൺട്രോൾ ദ ഹെൽത്ത് പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യണം. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഞാൻ ജസ്റ്റ് അതിൻ്റെ മലയാളത്തിലൊന്ന് പറഞ്ഞു തന്നാണ്, ഞാൻ കൂടുതൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എവിടുന്ന്, ഒരു ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റ്സ് ഓർ ഇവൻറ്റ്സ്. അപ്പം ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റ്സ് ഓർ ഇവൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും ഒരു അവസ്ഥ. അപ്പം അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൺസിഡർ ആൻ എക്സാമ്പിൾ ഓഫ് എ ഡിസീസ്. ഇപ്പോൾ ഡിസീസിന് ഇപ്പം വളരെ എന്താ പറയുക, കോമൺ ആയിട്ടുള്ളതാണ് നമ്മുടെ COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറസിൻ്റെ ഇൻഫെക്ഷൻ. അപ്പോൾ അത് വന്നു. അപ്പോൾ നമ്മൾ അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസീസ് വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ആ ഡിസീസ്, ഫോർ എക്സാമ്പിൾ കൊറോണയുടെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷനും ഡിറ്റർമിനൻസും എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ അത് എങ്ങനെയൊക്കെയാണ് പല പല പോപ്പുലേഷൻസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർക്ക് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ചിലപ്പോൾ 7 days മതിയാവും ഇൻഫെക്ഷൻ പുറത്ത് വരാൻ. ചില ആൾക്കാർക്ക് 14 days വേണമായിരിക്കും അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓരോരോ പോപ്പുലേഷൻസിൽ മാറുന്നത്. ചില ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ സൈക്ലിക് വേരിയേഷൻസും അതിൻ്റെ സീസണൽ ട്രെൻഡ്സും എല്ലാം നമ്മൾ അർത്ഥാക്കുന്നുണ്ട്. പക്ഷേ കൊറോണയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കൊറോണ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. സോ അപ്പോൾ അതാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിൾ. അതിൻ്റെ ഡിറ്റർമിനൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കൊറോണ വൈറസ് ഇപ്പം എല്ലാ ഇൻഫെക്ഷൻ കിട്ടിയ എല്ലാവർക്കും നമുക്ക് കൊറോണ വൈറസ് വരുന്നില്ല. ചില ആൾക്കാർക്ക് അത് എന്താ പറയുക, ഇൻഫെക്ഷൻ വന്ന് നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡിയുടെ പവർ കാരണം അപ്പോൾ തന്നെ നശിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് നമ്മുടെ ബയോളജിക്കൽ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ്. സോ ദാറ്റ് ഈസ് എ ബയോളജിക്കൽ ഡിറ്റർമിനൻസ് ആണ് അത് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നത്. വേറെ ഒരു ഡിറ്റർമിനൻ്റ് എന്ന് പറയുകയാണെങ്കിൽ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സോഷ്യൽ ക്ലാസ്, അതായത് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ബിലോങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം വളരെ പുവർ ആയിട്ടുള്ള ഒരാൾക്കാരാണ്, നമ്മൾ സ്ലം ഏരിയയിലാണ് ജീവിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഇൻഫെക്ഷൻസ് ആർ മോർ അല്ലേ. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മുംബൈ സ്ലം ഏരിയ നോക്കിയാൽ മതി, അവിടെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. റീസൺ എന്താണ്? അവർ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പോൾ അവർക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എന്താ പറയുക ക്ലെൻലിനെസ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റില്ല. അവരങ്ങനെയാണ്. നമ്മളവരെ ബ്ലെയിം ചെയ്യല്ല, ബിക്കോസ് സിറ്റുവേഷൻസ് ആർ ലൈക്ക് ദാറ്റ്. സോ അവിടെ ചാൻസസ് ഓഫ് സ്പ്രെഡിങ് ഭയങ്കര കൂടുതലാണ് അല്ലേ. അപ്പം ഞാൻ പറയുന്നത്
ഹൈ ക്ലാസ് പീപ്പിൾ സ്പ്രെഡ് ആവില്ല എന്നല്ല, അവർ വീട്ടിലിരുന്ന് നമ്മൾ മാസ്ക് എല്ലാം ഇട്ട് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് കുറച്ച് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവർക്ക് അതൊന്നും വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല, അവർ വളരെ പുവർ ആയിട്ടുള്ള പീപ്പിളാണ്. സോ നത്തിങ് ക്യാൻ ഹെൽപ്പ് ദം, റൈറ്റ്? സോ ചാൻസസ് ആർ മോർ. അപ്പം അതാണ് ഒരു ഡിറ്റർമിനൻറ്റ്. ഞാൻ ജസ്റ്റ് ഡിറ്റർമിനൻസിന് എക്സാമ്പിൾ വരുത്താണ്. അപ്പം നമ്മൾ study of the distribution and determinants of health related states or events in a specified population. ഇപ്പോൾ നമ്മളിപ്പോൾ മുംബൈ സ്ലം ഏരിയ എടുത്തു, അപ്പോൾ ആ പോപ്പുലേഷനിലാണ് സ്റ്റഡി നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളൊരു കൊറോണ വൈറസ് വന്നു, അപ്പം സ്പെസിഫൈഡ് പോപ്പുലേഷൻ നമ്മുടെ മുംബൈ പോപ്പുലേഷൻ, അപ്പോൾ സ്റ്റഡി ഓഫ് ദ അതിൻ്റെ എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇവൻറ്റ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മളതെല്ലാം സ്റ്റഡി നടത്തി. എന്നിട്ട് നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്താണ്? ടു കൺട്രോൾ ദ ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് ദ അപ്ലിക്കേഷൻ ഓഫ് ദി സ്റ്റഡി ടു കൺട്രോൾ ദ ഹെൽത്ത് പ്രോബ്ലംസ്, അല്ലേ? അപ്പം നമ്മളിപ്പം സ്റ്റഡി നടത്തിയപ്പോൾ ഇത് ഫസ്റ്റ് വന്നത് ചൈനയിലാണ്. അപ്പോൾ ചൈനയിൽ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ കൊറോണ ഔട്ട് ബ്രേക്ക് ഉണ്ടായി. അപ്പോൾ അവിടെ വന്നപ്പം ആൾക്കാർക്ക് മനസ്സിലായി അത് എന്താണ്, ഡ്രോപ്ലെറ്റിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ക്ലോസ് കോൺടാക്റ്റ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പോൾ 1-2 ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്, ഇത് എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ അവർക്ക് മനസ്സിലായപ്പം ദേ ഹാഡ് ഗിവൺ ആസ് എൻ ഐഡിയ, ലൈക്ക് അവർ പറഞ്ഞു അവരവിടെ ചെയ്തത് എന്താണ്, അവർ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അവർ മാസ്ക് ഇടാൻ തുടങ്ങി, അല്ലേ? അപ്പം അങ്ങനെയാണ് നമ്മളിത് കുറച്ചെങ്കിലും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നാൽ ഇത്ര ഡേയ്സ് ക്വാറൻറ്റൈൻ വേണം, ഇത്ര ഡേയ്സ് നമ്മൾ സ്വയം നമ്മൾ റൂമിലിരിക്കണം, ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നും കോൺടാക്റ്റ് ഉണ്ടാവരുതെന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റേ സേഫ്, നമ്മൾ ഹോമിൽ വീട്ടിലിരിക്കണം, നമ്മൾ മാസ്ക് ഇടണം, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് വെക്കണം, ഇതെല്ലാം ഫൈനലി എന്താണ്, നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യണം. സോ ഇത് തന്നെയാണ് എപ്പിഡമോളജി. ഓക്കെ, നമ്മൾ പല സ്റ്റഡീസിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം അതിൻ്റെ എന്താണ് അതിൻ്റെ സോഴ്സ് എന്ന് കണ്ടുപിടിക്കും, ദെൻ ഹൗ ഇറ്റ് ഈസ് പ്രോഗ്രസ്സിങ്, എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ ഓഫ് പ്രോഗ്രസ്സിങ്, പിന്നെ എങ്ങനെയൊക്കെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം. ഇത് തന്നെയാണ് നമ്മൾ ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കാൻ പോകുന്നത്. അതിന് ഓരോ രീതിക്ക് നമുക്ക് ഓരോ സ്റ്റഡീസിനും പല എന്താ പറയുക പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പം അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. സോ ക്ലിയർ ആയി. ഫസ്റ്റ് ഡെഫിനേഷൻ ഇസ് ക്ലിയർ ആയി. അടുത്ത ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് വിച്ച് ട്രീറ്റ് എപ്പിഡമിക്സ്. വെരി സിമ്പിൾ ഡെഫിനേഷൻ. ഇറ്റ് വാസ് ഗിവൺ ബൈ പാർക്കിൻ ഇൻ 1873. നെക്സ്റ്റ് ഇസ് ലൈക്ക് സ്റ്റഡി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിസീസ് ഫ്രീക്വൻസി. അതും ക്ലിയർ ആയി. ഇറ്റ് ഇസ് ഗിവൺ ബൈ മെക്മോഹൻ. ജസ്റ്റ് ഡിസീസ് ഫ്രീക്വൻസിൻ്റെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് വാട്ട് ആർ ദ ഡിറ്റർമിനൻസ്. ഓക്കെ, ഇറ്റ് വാസ് ഗിവൺ ഇൻ 1960. സോ ദാറ്റ് അബൌട്ട് ദ ഡെഫിനേഷൻ ഓഫ് എപ്പിഡമോളജി. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ടേംസ് ഒന്ന് ശ്രദ്ധിക്കാൻ. സോ അതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ്. സോ ദാറ്റ് ഇസ് സ്റ്റഡി, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ്. സോ വാട്ട് ഇസ് എ സ്റ്റഡി മീൻസ്? അപ്പം എപ്പിഡമോളജി ബേസിക്കലി ഇറ്റ് ഇസ് എ സ്റ്റഡി, അല്ലേ? സോ സ്റ്റഡി ക്യാൻ ബി ഇത് ഒബ്സർവേഷണൽ ആവാം അല്ലെങ്കിൽ അനാലിറ്റിക്കൽ ആവാം. സോ അനാലിറ്റിക്കൽ ഇസ് ലൈക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഓക്കെ, ഇതിനെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്ന പോർഷൻസിൽ കവർ ചെയ്യുന്നതാണ്. സോ ഒബ്സർവേഷണൽ എന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, വി ആർ ജസ്റ്റ് ഒബ്സർവിങ് ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്തെങ്കിലും ഡിസീസ് വരികയാണെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷൻ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ജസ്റ്റ് ഒബ്സർവേഷൻ. നമ്മൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ലൈക്ക് നമ്മുടെ സൈഡിൽ നിന്ന് വി ആർ നോട്ട് ഡൂയിങ്. എ പേഴ്സൺ ഹു ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഡിസീസ് ഓർ എൻ എപ്പിഡമോളജിസ്റ്റ് ഇസ് നോട്ട് ഡൂയിങ് എനിത്തിങ്, ജസ്റ്റ് ഒബ്സർവിങ്. ഓക്കെ, ആൻഡ് വി ആർ അണ്ടർസ്റ്റാൻഡിങ് ദ പാറ്റേൺസ് ആൻഡ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഒക്കറൻസ് വരുമ്പോൾ നമുക്ക് അതിനെ മുൻകൂട്ടി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് ആൻ ഒബ്സർവേഷൻ സ്റ്റഡി എയിംസ് അറ്റ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസംഷൻ ഉണ്ട്, വി വോണ്ട് ടു നോ മോർ അബൌട്ട് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമ്മളതൊരു ഹൈപ്പോത്തസിസ് ആക്കി വെച്ചിട്ട് ആൻഡ് വി ആർ ഗോയിങ് ടു ടെസ്റ്റ് ദാറ്റ്. അങ്ങനെ വരുന്ന സ്റ്റഡീസാണ് അനലിറ്റിക്കൽ സ്റ്റഡീസ്. ഓക്കെ, ഇനി വൺ മോർ ടൈപ്പ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്, ദാറ്റ് ഈസ് ലൈക്ക് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ്. ദർ വി ആർ ഡൂയിങ് ഓർ വി ആർ ഇൻ്റർവീനിങ് സംതിങ്, നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുകയാണ്. Okay, അതാണ് broad categorization of study designs. Okay, so that is about study. Now next we have learned about distribution. Okay, distribution എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി എങ്ങനെയാണ് ആ ഡിസീസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആവാം, പ്ലേസ് ആവാം, പേഴ്സൺ ആവാം ആൻഡ് ക്ലാസ് ഓഫ് പീപ്പിൾ എഫക്റ്റഡ്. ഇതൊക്കെ അനുസരിച്ച് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് മാറാം. ഇപ്പോൾ ടൈം അനുസരിച്ച് തന്നെ പല വേരിയേഷൻസ് ഉണ്ടാവാം, സീസണൽ ഉണ്ടാവാം, സൈക്ലിക് ഉണ്ടാവാം, അല്ലേ? പ്ലേസ് അനുസരിച്ചും പലതരത്തിലുണ്ടാവാം. ജോഗ്രഫിക്, അതായത് വിത്തിൻ ദ കൺട്രി പല ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് കാണാം. ചിലപ്പോൾ കേരളത്തിൽ കൂടുതലാവുന്ന ഡിസീസ് ചിലപ്പോൾ തമിഴ്നാട്ടിലുണ്ടാവില്ല. സോ ദാറ്റ് ഈസ് വാട്ട് പ്ലേസ് മീൻസ്. ആൻഡ് പേഴ്സൺ ഓൾസോ ഇറ്റ് ഡിഫേഴ്സ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, പേഴ്സൺ അനുസരിച്ച് അതിൻ്റെ ഇമ്പാക്റ്റും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും എല്ലാം മാറും. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്റ്റഡി ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ഇസ് ലൈക്ക് ഡിറ്റർമിനൻസ്. സോ വാട്ട് ഈസ് ഡിറ്റർമിനൻസ്? നമുക്ക് പല ടൈപ്പ് ഓഫ് ഡിറ്റർമിനൻസ് ഉണ്ട്. ബയോളജിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ഫിസിക്കൽ, കൾച്ചറൽ, എക്കണോമിക്, ജനറ്റിക്, ബിഹേവിയറൽ ഫാക്ടേഴ്സ്. ദീസ് ഓൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസസ് ദ ഹെൽത്ത്.
ഇപ്പോൾ ബിഹേവിയറൽ ഫാക്ടേഴ്സിന് ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ഇൻ ടേക്കിംഗ് ദ കേസ് ഓഫ് കോവിഡ് സെനാറിയോ, അതായത് സ്മോക്കേഴ്സ്, ദോസ് ഹു സ്മോക്സ് ആർ മോർ പ്രോൺ ടു കോവിഡ് ഇൻഫെക്ഷൻ ദാൻ ഹു നോട്ട് സ്മോക്ക്. അതായത് കോവിഡ് ഇൻഫെക്ഷൻ സ്മോക്കേഴ്സിനകത്ത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ബിഹേവിയറൽ ഫാക്ടേഴ്സ്. ലൈക്ക് ബയോളജിക്കലും ജനറ്റിക്കും എല്ലാം നമുക്ക് ബൈ ബർത്ത് ആയിട്ട് കിട്ടുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ ദാറ്റ് ഓൾസോ ഡിഫേഴ്സ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം ഈ ഫാക്ടേഴ്സ് എല്ലാം ഒന്നല്ലെങ്കിൽ ഒരുമിച്ചോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടോ നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. സോ ഇതാണ് ആ എപ്പിഡെമോളജീൻ്റെ ഡെഫിനിഷനിൽ വരുന്ന കോർ ആയിട്ടുള്ള ടേംസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസ് ആയിട്ട് തരാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നും കൂടുതലായിട്ട് നിങ്ങൾ അടുത്ത് വരുന്ന സ്ലൈഡ്സിൽ പഠിക്കും. ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇവൻറ്റ്സ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തെങ്കിലും ഡിസീസ് ആവാം, അല്ലെങ്കിൽ ഡെത്ത് ആവാം, tobacco use ആവാം. പോസിറ്റീവ് ഹെൽത്ത് സ്റ്റേറ്റസ് ഓൾസോ ഇസ് ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇവൻറ്റ്സ്. നെക്സ്റ്റ് സ്പെസിഫൈഡ് പോപ്പുലേഷൻസ്. അപ്പം ആർക്കാണോ അസുഖം വന്നത് അതാണ് സ്പെസിഫൈഡ് പോപ്പുലേഷൻസ്. ഒന്നല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ സ്റ്റഡി നടത്താൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് ആവാം. ദാറ്റ് ഈസ് ലൈക്ക് പീപ്പിൾ ഹു ആർ ഇൻഫെക്റ്റഡ് വിത്ത് ദ ഡിസീസ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഒക്കുപ്പേഷണൽ ഗ്രൂപ്പിലാവാം നമ്മൾ സ്റ്റഡി നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഇപ്പം മൈൻ വർക്കേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടറി വർക്കേഴ്സ്, അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കില്ലേ. അപ്പം അതാണ് സ്പെസിഫൈഡ് പോപ്പുലേഷൻസ്. എനിത്തിങ് ക്യാൻ ബി എ സ്പെസിഫൈഡ് പോപ്പുലേഷൻ. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആർ സ്റ്റഡി. നമ്മുടെ സ്റ്റഡി അനുസരിച്ച് നമുക്ക് മാറ്റാം. പിന്നെ ആപ്ലിക്കേഷൻ ടു പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ, അതായത് അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അതിൻ്റെ പബ്ലിക് ഹെൽത്തിൻ്റെ എയിം എന്ന് വെച്ചാൽ പ്രൊമോട്ട്, പ്രൊട്ടക്റ്റ് ആൻഡ് റെസ്റ്റോർ ഹെൽത്താണ്. സോ അതൊക്കെയാണ് അതിൻ്റെ ടേംസ്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഓക്കെ, സോ അപ്പം എന്താണ് എപ്പിഡെമോളജി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായി. സോ എപ്പിഡെമോളജീൻ്റെ ഒരു ബ്രോഡർ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. നമ്മളിനി എന്തൊക്കെയാണ് അതിൽ വരുന്ന മെഷർമെൻറ്റ്സ്, എന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ വരുന്ന പല പല സ്റ്റഡീസ്, അതൊക്കെയാണ് നമ്മളിനി കൂടുതലായിട്ട് അറിയാൻ പോകുന്നത്. There is no single definition to which all epidemiologists subscribe. So 3 components are common to most of them. അതായത് ഒരു സിംഗിൾ ഡെഫിനിഷനായിട്ട് നമുക്കതിനെ എന്താ പറയുക, അതിനങ്ങ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഏത് എപ്പിഡെമോളജിസ്റ്റ് ആയാലും ഈ 3 കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ഡിസീസ് ഫ്രീക്വൻസി, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഡിറ്റർമിനൻസ്. അപ്പോൾ ഇനി എപ്പിഡെമോളജിസ്റ്റിൻ്റെ അപ്രോച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ മെയിൻലി 3 കാര്യങ്ങളാണ്. വൺ ഈസ് ലൈക്ക് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് 2 ഈസ് ലൈക്ക് മേക്കിംഗ് കമ്പാരിസൺ. ഇതാണ് നമ്മൾ ഹൗ ആൻ എപ്പിഡെമോളജിസ്റ്റ് ഷുഡ് പ്രൊസീഡ്. എങ്ങനെ നമ്മളൊരു സ്റ്റഡി അണ്ടർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് മെയിൻ, എന്താ പറയുക, നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളതിനുള്ള മെയിൻ ഒരു പ്രോട്ടോക്കോൾ. അപ്പം ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ലൈക്ക് വാട്ട്, എന്താണ്, വേർ, എവിടെ വെച്ചാണ്, വെൻ, എപ്പോൾ, ഹൂ, ആരാണ്, വൈ, എങ്ങനെ ഇത് നടന്നു, ജസ്റ്റ് അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി നടത്തുകയാണ്. അപ്പോൾ കൊറോണ തന്നെ എടുക്കാം. എപ്പോൾ നടന്നു, എവിടെ വെച്ച് നടന്നു, എവിടെ വെച്ച് ഇൻഫെക്ഷൻ കിട്ടി, എപ്പോൾ വെച്ച് ഇൻഫെക്ഷൻ കിട്ടി, എന്നായിരുന്നു, ആർക്കാണ് ഇൻഫെക്ഷൻ കിട്ടിയത്, എങ്ങനെയാണ് ഇൻഫെക്ഷൻ കിട്ടിയത്. സോ അങ്ങനെയാണ് നമ്മുടെ മെയിൻ, നമ്മൾ അങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ വി ഹാവ് ടു മേക്ക് എ കമ്പാരിസൺ വിത്ത് ദ നോർമൽ വൺസ്. അവരിൽ നിന്ന് ഇവരെങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, ഇവർക്ക് എന്താണ് പ്രശ്നങ്ങൾ വരുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരേക്ക് സ്പ്രെഡ് ആവുന്നത്. സോ ദാറ്റ് ഈസ് ദ അപ്രോച്ചസ്. ഇത് സ്റ്റഡി അനുസരിച്ചും നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അനുസരിച്ചും ഈ അപ്രോച്ചസ് എല്ലാം മാറും. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു മുന്നത്തെ സ്ലൈഡിൽ, എന്തായാലും മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡിസീസ് ഫ്രീക്വൻസിയും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഡിറ്റർമിനൻസും ആണ്. സോ അതിലേക്കുള്ള അപ്രോച്ചാണ് വി ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് വി ഹാവ് ടു മേക്ക് എ കമ്പാരിസൺ. സോ അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്രോച്ചസ്. സോ വാട്ട് ആർ ദ എയിംസ് ഓഫ് എപ്പിഡെമോളജി? അപ്പോൾ എപ്പിഡെമോളജിയുടെ എയിംസ് എന്തൊക്കെയാണ്? സോ ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് ഡിസീസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും മാഗ്നിറ്റ്യൂഡും നമുക്ക് മനസ്സിലാക്കണം. സോ ടു ഡിസ്ക്രൈബ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ് പ്രോബ്ലംസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ. സെക്കൻഡ് വൺ ഇസ് ഐഡൻറ്റിഫൈയിങ് ദ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്. എന്താണ് ഇതിൻ്റെ ഡിസീസിൻ്റെ കോസ്? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ അത് കൊറോണയാണ് നമ്മൾ അറിഞ്ഞു. സോ അതൊക്കെ എപ്പിഡെമോളജിയുടെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. സോ എറ്റിയോളജി ആൻഡ് പാത്തോജനസിസ് ഓഫ് ദ ഡിസീസ്, എങ്ങനെയാണ് ഡിസീസ് പ്രോഗ്രസ് ആവുന്നത്. ഓക്കെ, തേർഡ് വൺ ഇസ് we have to provide the data essential for planning, implementation and evaluation of the services for prevention, control and treatment of the disease. ഇതും ഞാൻ ഡെഫിനിഷനിൽ പറഞ്ഞത് തന്നെ. ഫൈനലി നമ്മുടെ എയിം എന്താണ്? ഇറ്റ് ഇസ് ടു ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ. സോ നമുക്ക് പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിൻ്റെ സർവീസസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യാനും നമുക്ക് ഡേറ്റ കൊടുക്കണം. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഫോർ പ്രിവെൻഷൻ, കൺട്രോൾ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ഡിസീസ്. സോ അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് എപ്പിഡെമോളജി. ഓക്കെ, 4 ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് എക്സാക്ട് ഒബ്സർവേഷൻ. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റഡിയാണോ ചെയ്യുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യണം. അപ്പോൾ ഒബ്സർവിങ് പവറാണ് ഏറ്റവും വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി. സോ
ഇറ്റ് ഷുഡ് ബി സ്ട്രിക്റ്റ്, ഇറ്റ് ഷുഡ് ബി വിഗറസ്, നമ്മൾ ആക്യുറേറ്റ് ആയിരിക്കണം ആൻഡ് ഷുഡ് ബി പ്രിസൈസ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്താണ്, കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പ്രോപ്പർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി കറക്റ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എറർ. ഓക്കെ, തേർഡ് വൺ ഈസ് റാഷണൽ എക്സ്പ്ലനേഷൻ. അപ്പം നമ്മൾ എന്താണോ ഇൻ്റർപ്രറ്റ് ചെയ്തത് അതിനെ നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള റീസണബിൾ എക്സ്പ്ലനേഷൻസ് കൊടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് റാഷണൽ എക്സ്പ്ലനേഷൻ. ഇറ്റ് ഷുഡ് ബി ഇൻ്റലിജൻറ്റ്, സെൻസിബിൾ ആയിരിക്കണം ആൻഡ് റീസണബിൾ ആയിരിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ. അതായത് നമ്മൾ പറയുന്നതിനെല്ലാം ഒരു സയൻറ്റിഫിക് എവിഡൻസോ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ബേസോ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി ബൈ എക്സ്പേർട്ട് നോളജ് ആൻഡ് പ്രോപ്പർ ടെക്നിക്കൽ സ്കിൽസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രിൻസിപ്പൽസ് ഓഫ് എപ്പിഡെമോളജി. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൂൾസ് ഓഫ് മെഷർമെൻറ്റ്സ് ഇൻ എപ്പിഡെമോളജിയാണ്. അപ്പോൾ നമുക്ക് എപ്പിഡെമോളജി എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ എയിംസ് മനസ്സിലായി, പ്രിൻസിപ്പൽസ് മനസ്സിലായി, അപ്രോച്ചസ് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ എപ്പിഡെമോളജിക്കൽ ഡേറ്റ പ്രോപ്പറായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ടൂൾസ് അറിയണം. അപ്പം അതിന് നമുക്ക് കുറച്ച് മെഷർമെൻറ്റ്സിന് പല ടൈപ്പ് ഓഫ് പേരുകളുണ്ട്. ഓക്കെ, സോ ദ ടൂൾസ് ഓഫ് മെഷർമെൻറ്റ് യൂസ്ഡ് ബൈ എൻ എപ്പിഡെമോളജിസ്റ്റ് ടു എക്സ്പ്രസ് ദ ഡിസീസ് മാഗ്നിറ്റ്യൂഡ് ആർ 3 മെയിൻ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആണ്: റേറ്റ്സ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ അടുത്ത സ്ലൈഡ്സിലൂടെ പറഞ്ഞുതരാം. So first one is rate. So what is rate? It is the occurrence of an event in a population during a given period of time. അപ്പം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൻ്റെ ഒക്കറൻസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ അതിനെ നമ്മൾ റേറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, സോ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഇൻ എ സ്പെസിഫൈഡ് പീരിയഡ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഓഫ് എക്സ്പീരിയൻസിങ് ദ ഇവൻറ്റ് ഓർ എ ഡിസീസ് ഇൻറ്റു 10⁻n. അതിനെ നമ്മൾ പെർസെൻറ്റേജ് ആക്കുമ്പോൾ. സോ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, സോ ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഇൻ എ സ്പെസിഫൈഡ് ടൈം പീരിയഡ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഓഫ് എക്സ്പീരിയൻസിങ് ദാറ്റ് പെർട്ടിക്കുലർ ഇവൻറ്റ്. ഓക്കെ, അപ്പം റേറ്റിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഹിയർ ന്യൂമറേറ്റർ ഈസ് ഓൾവേസ് എ പാർട്ട് ഓഫ് എ ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ ആ പോപ്പുലേഷന് എത്ര പേരാണോ, പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഓഫ് എക്സ്പീരിയൻസിങ് ദാറ്റ് പെർട്ടിക്കുലർ ഇവൻറ്റ്, അപ്പം അതാണ് നമ്മുടെ ഡിനോമിനേറ്റർ. സോ അതിനകത്തുള്ള എത്ര പേർക്കാണോ അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇവൻറ്റ്സ് ആണോ ആ സ്പെസിഫൈഡ് ടൈം പീരീഡിനകത്തുള്ളത്, സോ അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ കണക്ഷൻ ഉണ്ട്. സോ ന്യൂമറേറ്റർ ഈസ് ഓൾവേസ് എ പാർട്ട് ഓഫ് എ ഡിനോമിനേറ്റർ. ഓക്കെ, സോ അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ് എല്ലാം. അപ്പോൾ ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ 1 year ഡിവൈഡഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 1000. സോ അതൊരു ഫോർമുലയാണ് ഡെത്ത് റേറ്റ് കണ്ടുപിടിക്കുക. സോ അടുത്ത് നമുക്ക് കാറ്റഗറീസ് ഓഫ് റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ക്രൂഡ് റേറ്റ്സ് ആണ്. അപ്പം ദീസ് ആർ ദ ആക്ച്വൽ ഒബ്സർവ്ഡ് റേറ്റ്സ് സച്ച് ആസ് ബർത്ത് റേറ്റ്സ് ആൻഡ് ഡെത്ത് റേറ്റ്സ്. അപ്പം നമ്മുടെ നോർമലായിട്ട് നമ്മൾ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തന്നെയാണ് ക്രൂഡ് റേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ക്രൂഡ് ബർത്ത് റേറ്റും ക്രൂഡ് ഡെത്ത് റേറ്റും ആയിട്ട് നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. അത് അൺസ്റ്റാൻഡർഡൈസ്ഡ് റേറ്റ്സ് ആണ്. നമ്മൾ അതിൽ വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അടുത്ത സ്പെസിഫിക് റേറ്റ്സ് ആണ്. ദീസ് ആർ ദ ആക്ച്വൽ ഒബ്സർവ്ഡ് റേറ്റ്സ് ഡ്യൂ ടു എനി കൈൻഡ് ഓഫ് സ്പെസിഫിക് കോസസ്. അല്ലെങ്കിൽ അത് ഏതെങ്കിലും സ്പെസിഫിക് ഗ്രൂപ്പ്സിൽ ഒക്കർ ചെയ്യുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ടൈം പീരീഡിൽ ഒക്കർ ചെയ്യുന്നതായിരിക്കണം. സോ അതിനെയാണ് നമ്മൾ സ്പെസിഫിക് റേറ്റ്സ് എന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് റേറ്റ് ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് റേറ്റ് എന്ന് വെച്ചാൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചിലപ്പോൾ വേണ്ടി വരും. അതായത് ഏജ് സ്റ്റാൻഡർഡൈസ്ഡ് റേറ്റ്സ് നമുക്ക് കേട്ടിട്ടുണ്ടാവും. അത് കുറച്ച് ഹയർ ലെവലാണ്, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. സോ ദീസ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ഓർ അഡ്ജസ്റ്റ്മെൻറ്റ്. സോ 3 categories ആർ ക്രൂഡ്, സ്പെഷ്യൽ ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് റേറ്റ്സ്. സോ അടുത്തത് റേഷ്യോ. ഓക്കെ, സോ നമ്മൾ റേറ്റ് കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ടു റേഷ്യോ. സോ വാട്ട് ഈസ് റേഷ്യോ? ഇറ്റ് ഈസ് എ റിലേഷൻ ഇൻ സൈസ് ബിറ്റ്വീൻ 2 quantities. നമ്മൾ സിമ്പിളായിട്ട് x:y എന്ന് പറയുന്നു, അതാണ് റേഷ്യോ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ന്യൂമറേറ്റർ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഡിനോമിനേറ്റർ. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് യാതൊരു ബന്ധവുമില്ല, 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സെക്സ് റേഷ്യോ, അതായത് മെയിൽ ഈസ് ടു ഫീമെയിൽ, മെയിൽസ് വേറെ ഫീമെയിൽസ് വേറെ, അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുപോലെ ഡെന്റിസ്റ്റ് പോപ്പുലേഷൻ റേഷ്യോ, ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര ഡെന്റിസ്റ്റ് ഉണ്ട്, അതാണ് ഡെന്റിസ്റ്റ് പോപ്പുലേഷൻ റേഷ്യോ തരുന്നത്. സോ അപ്പം നിങ്ങളിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, ഇത് ജസ്റ്റ് ഇറ്റ് ഈസ് എ റിലേഷൻ ഇൻ സൈസ്. 2 ക്വാണ്ടിറ്റീസിൻ്റെ സൈസ് തമ്മിലുള്ള റിലേഷനാണ് റേഷ്യോ. ആൻഡ് ഹിയർ ന്യൂമറേറ്റർ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തരും, വിച്ച് അമംഗ് ദ ഫോളോയിങ് അബൌട്ട് റേഷ്യോ ഈസ് കറക്റ്റ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അല്ലെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് അബൌട്ട് റേറ്റ് ഇസ് കറക്റ്റ്. അപ്പം അതിൻ്റെ ഓരോ പ്രോപ്പർട്ടിയും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് റേഷ്യോ. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു പ്രപ്പോർഷൻ. Okay, so what is a proportion? So proportion is basically a ratio. Okay, remember this, it is a ratio which indicates the relation in magnitude of a part of the whole. Okay, അതായത് ഇത്ര പോപ്പുലേഷനിൽ ഇത്ര % ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ട്. സോ ഇത്ര പ്രപ്പോർഷൻ ഓഫ് ആൾക്കാർക്ക്, അതാണ് റിലേഷൻ ഇൻ മാഗ്നിറ്റ്യൂഡ്
ഓഫ് എ പാർട്ട് ഓഫ് ദ ഹോൾ. ഒരു ഹോളായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രോഡായിട്ട് നമ്മൾ എടുക്കുമ്പം ഇപ്പം ഒരു ഗ്രോസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ പോപ്പുലേഷൻ ഓഫ് 10th സ്റ്റാൻഡേർഡ് സ്കൂൾ ചിൽഡ്രൻ. ഓക്കെ, ആ 10th സ്റ്റാൻഡേർഡ് സ്കൂൾ ചിൽഡ്രനിൽ എത്ര ശതമാനം പേർക്ക് കോവിഡ് ഉണ്ട്, ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഓക്കെ, അല്ലെങ്കിൽ എത്ര ശതമാനം പേർക്ക് ഡയറിയ ഉണ്ട്, പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ വിത്ത് ഡയറിയ. Okay, so that is what proportion means. So it is basically a ratio which indicates the relation in magnitude of a part of the whole. So remember here, ഇവിടെ numerator is always a part of denominator അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നിനെ കമ്പയർ ചെയ്ത് ആ ഗ്രൂപ്പിനകത്ത് എത്ര പേർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിൻ്റെ ഭാഗമായേ പറ്റുള്ളൂ അല്ലേ. സോ അതാണ് പ്രപ്പോർഷൻ. ഇറ്റ് ഈസ് ബേസിക്കലി എ റേഷ്യോ ആൻഡ് ന്യൂമറേറ്റർ ഈസ് ഓൾവേസ് എ പാർട്ട് ഓഫ് ഡിനോമിനേറ്റർ. സോ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. And remember one thing, it is always expressed as percentage. Okay, അത് ഓർത്തിരിക്കണം, പെർസെൻറ്റേജ് ആയിട്ടാണ് ഇത് എക്സ്പ്രസ് ചെയ്യുക. Then example is, as I told before, the number of children with scabies at a certain time divided by number of children with malnutrition at a certain time into 100. അപ്പം malnutritioned ആയിട്ടുള്ള ചിൽഡ്രനിൽ എത്ര പേർക്കാണ് സ്കേബീസ് ഉള്ളത്, how many children are with scabies in a group of population with malnutrition. സോ അതാണ് പ്രപ്പോർഷൻ തരുന്നത്. സോ അവിടെ 100ലാണ് അത് ഓൾവേസ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ നമ്മൾ ബേസിക് ടൂൾസ് കഴിഞ്ഞു, ദാറ്റ് ഈസ് റേറ്റ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. ഓരോന്നിൻ്റെയും ഡിഫറൻസസ് അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, എന്തിനാണ് ഓരോന്ന് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് റിപ്പീറ്റഡ്ലി ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ റേറ്റ്, റേഷ്യോ, പ്രപ്പോർഷൻ പഠിച്ചു. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് ഇൻ എപ്പിഡമോളജിയിലേക്ക് പോവാം. അപ്പോൾ മെഷർമെൻറ്റ്സ് ഇൻ എപ്പിഡമോളജി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ മെഷർമെൻറ്റ് ഓഫ് മൊർട്ടാലിറ്റി ആൻഡ് മെഷർമെൻറ്റ് ഓഫ് മോർബിഡിറ്റി ആണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. വേറെയും പല മെഷർമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ ഇതാണ് ബേസിക്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇത്രയാണ്, മെഷർമെൻറ്റ്സ് ഓഫ് മൊർട്ടാലിറ്റി ആൻഡ് മെഷർമെൻറ്റ്സ് ഓഫ് മോർബിഡിറ്റി. നമുക്കപ്പോൾ മെഷർമെൻറ്റ്സ് ഓഫ് മൊർട്ടാലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. കോമൺലി യൂസ്ഡ് മെഷേഴ്സ് ആണ് ഇവിടെ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്രൂഡ് ഡെത്ത് റേറ്റ്. അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഒന്നുമല്ല, നമ്മളെ സാധാ ഡെത്ത് റേറ്റ് ആണ്. ദാറ്റ് ഈസ് എ നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000 എസ്റ്റിമേറ്റഡ് മീഡിയ പോപ്പുലേഷൻ ഇൻ 1 year ഇൻ എ ഗിവൻ പ്ലേസ്. സോ ആ ഫോർമുല മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂറിങ് ദ ഇയർ ഡിവൈഡഡ് ബൈ ദ മീഡിയ പോപ്പുലേഷൻ ഇൻറ്റു 1000. അപ്പം എത്രയാണോ ഒരു ഇയറിലുള്ള ഡെത്ത് ഡിവൈഡഡ് ബൈ മീഡിയ പോപ്പുലേഷൻ ഇൻറ്റു 1000. സോ ദാറ്റ് ഈസ് ദ ക്രൂഡ് ഡെത്ത് റേറ്റ്. സോ ഇറ്റ് ഈസ് ആ ക്രൂഡ് ഡെത്ത് റേറ്റ് ഇറ്റ് സമ്മറൈസസ് ദി ഇഫക്റ്റ് ഓഫ് 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഓക്കെ, അത് നമുക്ക് എന്താ തരുന്നത്? ഇറ്റ് സമ്മറൈസസ് ദി ഇഫക്റ്റ് ഓഫ് 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. അത് ഫസ്റ്റ് വൺ ഇസ് പോപ്പുലേഷൻ കമ്പോസിഷൻ. പോപ്പുലേഷൻ കമ്പോസിഷൻ അനുസരിച്ച് ക്രൂഡ് ഡെത്ത് റേറ്റ് ചേഞ്ച് വരും. പിന്നെ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്സും. ഈ 2 ഫാക്ടേഴ്സാണ് ഇതിനെ ഇഫക്റ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് എ ക്രൂഡ് ഡെത്ത് റേറ്റ്? നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂറിങ് ദ ഇയർ ഡിവൈഡഡ് ബൈ മീഡിയ പോപ്പുലേഷൻ ഇൻറ്റു 1000. സോ റിമെമ്പർ ദിസ് ഫോർമുല. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പം കുറച്ച് ഡേറ്റാസ് തരും, ഫൈൻഡ് ദ ക്രൂഡ് ഡെത്ത് റേറ്റ്, അല്ലെങ്കിൽ ക്രൂഡ് ഡെത്ത് റേറ്റ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം, പല ഫോർമുലാസ് തന്നിട്ട്. അങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, റിപ്പീറ്റഡ്ലി ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ആ ഫോർമുല ഓർത്തിരിക്കുക. നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂറിങ് ദ ഇയർ ഡിവൈഡഡ് ബൈ മീഡിയ പോപ്പുലേഷൻ ഇൻറ്റു 1000. സോ അടുത്തത് സ്പെസിഫിക് ഡെത്ത് റേറ്റ്സ് ആണ്. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു എ സ്പെസിഫിക് കോസ് ഓർ റിലേറ്റഡ് ടു സം സ്പെസിഫിക് ഗ്രൂപ്പ്സ്. സോ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ സ്പെസിഫിക് ഡെത്ത് റേറ്റ്സ്. For specific death rates, it can help to identify particular group or group at risk for preventive action. Okay, അപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ഗ്രൂപ്പിന് എന്തെങ്കിലും ടൈപ്പ് ഓഫ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിലുള്ള ഡെത്ത് റേറ്റ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൂപ്പിനെ കൂടുതലായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ വി ക്യാൻ ഡു മച്ച് മോർ ഇൻ്റർവെൻഷൻസ് അല്ലേ. അപ്പോൾ അതാണ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്. സോ അതിൻ്റെ ഫോർമുല ഓർത്തിരിക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഓറൽ ക്യാൻസർ ആണ് നോക്കുന്നത് ഒരു ഡിസീസായിട്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഫോർമുല? നമ്പർ ഓഫ് ഡെത്ത് ഫ്രം ഓറൽ ക്യാൻസർ ഡ്യൂറിങ് ദി ഇയർ. അപ്പം ഓറൽ ക്യാൻസർ കൊണ്ട് മാത്രമുള്ള എത്രയാണോ ഡെത്ത്, ഓക്കെ, അതൊരു പെർട്ടിക്കുലർ ഡിസീസ് അല്ലേ, ഡിവൈഡഡ് ബൈ മീഡിയ പോപ്പുലേഷൻ ഇൻറ്റു 1000. അപ്പം സെയിം ഫോർമുലയാണ് ഡെത്ത് റേറ്റിൻ്റെ. അപ്പോൾ സ്പെസിഫിക് ഡെത്ത് റേറ്റ് ആകുമ്പം സ്പെസിഫിക് ഡിസീസ് കാരണം എത്ര ആൾക്കാരാണ്, എത്ര ഡെത്താണ് സംഭവിക്കുന്നത്, എത്ര ആൾക്കാരാണ് മരിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ക്ലിയർ. സോ ദാറ്റ് ഈസ് നമ്പർ ഓഫ് death. This is like number of death due to a specific disease. Denominator എല്ലാം സെയിം ആണ്. ക്ലിയർ? സോ അടുത്തത് is case fatality rate അല്ലെങ്കിൽ ratio. So what is case fatality rate? It represents the killing power of a disease. അതായത് ഒരു അസുഖത്തിന് എത്രത്തോളം ആൾക്കാരെ കൊല്ലാൻ കഴിവുണ്ട്, അങ്ങനെ ആ അസുഖത്തിൻ്റെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേസ് ഫെറ്റാലിറ്റി റേറ്റ് അല്ലെങ്കിൽ റേഷ്യോ.
ഓക്കെ. അപ്പം യൂഷ്വലി കേസ് ഫെറ്റാലിറ്റി റേറ്റ് യൂസ് ചെയ്യുന്നത് അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് ഫെറ്റാലിറ്റി റേറ്റ് യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ കോവിഡിൻ്റെ സമയത്തെല്ലാം ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും ഇത്രയാണ് ഇതിൻ്റെ ഫെറ്റാലിറ്റി റേറ്റ്, അല്ലെങ്കിൽ നിപ്പയ്ക്ക് ഇത്രയാണ് ഫെറ്റാലിറ്റി റേറ്റ്. അപ്പം ഒരുപാട് പേര് അതിന് കൊല്ലാൻ അല്ലെങ്കിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെറ്റാലിറ്റി റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ. സോ ഇറ്റ് ഈസ് സിംപ്ലി ദ റേഷ്യോ ഓഫ് ഡെത്ത്സ് ടു കേസസ്. അപ്പം ഒരു കേസ് വന്നിട്ട് എത്ര പേര് അതിനകത്ത് നിന്ന് മരണപ്പെടുന്നു. ഓക്കെ. ആൻഡ് ദ ടൈം ഇൻ്റർവൽ ഇസ് നോട്ട് സ്പെസിഫൈഡ്. എത്ര കാലം ആ ഡിസീസ് ഉണ്ടോ അത്രയും കാലം നമ്മൾ അതിൻ്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് നോക്കണം. ഓക്കെ. സോ CFR അല്ലെങ്കിൽ കേസ് ഫെറ്റാലിറ്റി റേറ്റ് is denoted by the equation, that is the number of deaths due to a particular disease divided by total number of cases due to that same disease into 100. ആ ഡിസീസ് കാരണം എത്ര ആൾ മരണപ്പെട്ടു, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് CFR ഗിവ്സ് ഇൻറ്റു 100. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ക്രൂഡ് ഡെത്ത് റേറ്റും കേസ് ഫെറ്റാലിറ്റി റേറ്റും കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, assume a population of 1 lakh people of whom 20 are sick with disease X and in 1 year 18 of the 20 die from disease X. ഓക്കെ. അപ്പം ഒരു 1 lakh പോപ്പുലേഷൻ ഉണ്ട്, 20 പേര് എക്സ് എന്ന് പറയുന്നൊരു ഡിസീസുമായിട്ട് സിക്കാണ്. ആൻഡ് ഇൻ 1 year ഔട്ട് ഓഫ് 20 18 of the people die from disease X. അപ്പോൾ നമ്മൾ ക്രൂഡ് ഡെത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ വാട്ട് ഇസ് എ ക്രൂഡ് ഡെത്ത് റേറ്റ്? 18 ആൾക്കാർ മരിച്ചു. ഓക്കെ. അപ്പോൾ അതിൻ്റെ പോപ്പുലേഷൻ എത്രയാണ്? 1 lakh. സോ ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 18 ഡിവൈഡഡ് ബൈ 1 lakh. ഓക്കെ. അപ്പോൾ നമ്മളതിൻ്റെ കേസ് ഫെറ്റാലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പം ആ പെർട്ടിക്കുലർ ഇയർ നോക്കണ്ട, ജസ്റ്റ് ആ ഡിസീസിൻ്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ്. അപ്പം എത്ര പേരാണ് മരിച്ചത്? 18 ആൾക്കാരും മരിച്ചു അല്ലേ? എത്ര പേർക്കാണ് ഡിസീസ് ഉള്ളത്? 20 ആൾക്കാർക്ക്. സോ അതിൻ്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് അപ്പോൾ എന്തായിരിക്കും? 18 ഡിവൈഡഡ് ബൈ 20. ക്ലിയർ ആയില്ലേ? അപ്പം അതാണ് അതിൻ്റെ ഡിഫറൻസ്. So next one is proportional mortality rate. Okay. So it is the rate which expresses the number of deaths due to a particular cause per 100 total deaths or per 1000 total deaths. Okay. So total death ഇന്ന അസുഖം കാരണം എത്ര ഡെത്ത് ഉണ്ടായി. So that is what proportional mortality rate gives you. So these rates are used when population data are not available. നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു പോപ്പുലേഷൻ ഡേറ്റ ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു മൊർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ റേഷ്യോ ഈസ് പ്രൊപ്പോർഷണൽ മൊർട്ടാലിറ്റി റേറ്റ്. സോ അതിൻ്റെ ഇക്വേഷനാണ് താഴെയുള്ള നമ്പർ ഓഫ് ഡെത്ത്സ് ഫ്രം എ സ്പെസിഫിക് ഡിസീസ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഫ്രം ഓൾ കോസസ് ഓൺ ദാറ്റ് ഇയർ ഇൻറ്റു 100. ഓക്കെ. സോ അതാണ് പ്രൊപ്പോർഷണൽ മൊർട്ടാലിറ്റി റേറ്റ്. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പിക്ചർ നോക്കൂ. ജസ്റ്റ് ആ പിക്ചറിൽ ഏജ് കാണാം എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഓഫ് ഓൾ ഡെത്ത് ആണ്. അപ്പം ഈ പിക്ചർ കാണിക്കുന്നത് ഇറ്റ് ഈസ് എ പ്രൊപ്പോർഷനേറ്റ് മൊർട്ടാലിറ്റി ഫ്രം ഹാർട്ട് ഡിസീസ് വിത്തിൻ ദാറ്റ് പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ്. അപ്പം ഒരു വയസ്സ് ലെസ് ദാൻ 1 ഇയറിനകത്ത് 10% ഓഫ് ഓൾ ഡെത്ത് 100 ആണ്. നമ്മളിപ്പം എല്ലാ ഡെത്തും കൂടെ കൂട്ടിയിട്ട് 100 ആയിട്ട് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ 10% ഓഫ് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് കാരണം മരിക്കുന്ന ആൾക്കാർ ലെസ് ദാൻ 1 ഇയർ ഏജ് ഗ്രൂപ്പിലുള്ളതാണ്. ഇപ്പോൾ 1 to 4 ഏജ് ഗ്രൂപ്പിൽ ഒരു 10% അല്ലെങ്കിൽ ഐ തിങ്ക് 15% ഓഫ് ആൾക്കാർ മരിക്കാൻ കാരണം ഹാർട്ട് ഡിസീസാണ്. അതായത് ടോട്ടൽ ഡെത്തിനകത്ത് ഹാർട്ട് ഡിസീസ് കാരണം മരിക്കുന്ന ആൾക്കാർ ഇത്ര ശതമാനമാണ്. ദാറ്റ് ഈസ് വാട്ട് പ്രൊപ്പോർഷണൽ മൊർട്ടാലിറ്റി ഗിവ്സ് യു. അപ്പോൾ അതിനെ ഏജ് വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ 15 to 14 ഇയേഴ്സിൽ ഇത്ര ശതമാനം പേര് ഹാർട്ട് ഡിസീസ് വെച്ചു. അതായത് ടോട്ടൽ ഡെത്തിനകത്ത് ഇത്ര പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹാഡ് ഡൈഡ് ഡ്യൂ ടു ഹാർട്ട് ഡിസീസ്. അപ്പോൾ ഈ എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ. സോ അടുത്തത് സർവൈവൽ റേറ്റ് ആണ്. So what is survival rate? It is the proportion of survivors in a group studies and followed over a period. നമ്മൾ ഒരു സ്റ്റഡി ചെയ്യുമ്പം അതിനകത്ത് എത്ര പേര് സർവൈവ് ചെയ്തു ആൻഡ് ദേ ഫോളോഡ് ഫോർ എ certain period. Okay, it is a method of describing prognosis in certain disease conditions. നമ്മൾ ചില ഡിസീസ്, ഫോർ എക്സാമ്പിൾ ക്യാൻസറിലൊക്കെ എത്രത്തോളം പ്രോഗ്നോസിസ് ഉണ്ട് ഈ സ്റ്റഡി ചെയ്യുന്ന സ്റ്റഡി സബ്ജക്ട്സിന്, അതിനാണ് നമ്മൾ സർവൈവൽ റേറ്റ് യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇറ്റ് ഈസ് യൂഷ്വലി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഡയഗ്നോസിസ് ടു ദ സ്റ്റാർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ്. എപ്പോഴാണ് അസുഖം ഡയഗ്നോസ് ചെയ്തത് അല്ലെങ്കിൽ എപ്പോഴാണോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ മുതലാണ് നമ്മൾ സർവൈവൽ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങേണ്ട പോയിൻറ്റ്സ് അതാണ്. ഓക്കെ. So survival rates in the equation is total number of patients alive after 5 years divided by total number of patients diagnosis or treated. ഓക്കെ. അപ്പം നമ്മളൊരു സ്റ്റഡിയിൽ സർവൈവൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പേഷ്യൻസ് സ്റ്റഡി തുടങ്ങിയതിന് ശേഷം 5 years ആഫ്റ്റർ 5 yearsന് ശേഷം എത്ര പേഷ്യൻസ് അലൈവ് ആണ്,
ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്മൾ എത്ര പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്ത് വിത്ത് ദറ്റ് പെർട്ടിക്കുലർ ഡിസീസ് അല്ലെങ്കിൽ എത്ര പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്തു ഇൻറ്റു 100. സോ ദാറ്റ് വിൽ ഗിവ് യു ദ സർവൈവൽ റേറ്റ്. നോട്ട് ഈവൻ ഫോർ സ്റ്റഡീസ്, നമുക്ക് ജനറലായിട്ടും അത് ചെയ്യാം. ഇപ്പം ഓറൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഓറൽ ക്യാൻസർ ഇത്ര ശതമാനം ആൾക്കാർക്ക് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഇത്ര പേർക്ക് നമ്മൾ വന്നു, ഒരു 100 പേർക്ക് നമ്മൾ വന്നു നമ്മൾ കണ്ടുപിടിച്ചു നമ്മളിപ്പം നമ്മളൊരു സർവേ ചെയ്യുന്ന സമയത്ത്. അപ്പം നമ്മൾ 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് 10 പേരെ ജീവിച്ചിരിക്കുള്ളൂ. അപ്പം 10 ഡിവൈഡഡ് ബൈ 50 ദാറ്റ് വിൽ ഗിവ് യു ദ സർവൈവൽ റേറ്റ് ഓഫ് ഓറൽ ക്യാൻസർ. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ ഇസ് ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി റേറ്റ്. ഇത് വളരെ കോമൺ ആണ്, ഐ തിങ്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ദ റേറ്റ് ഓഫ് ദ ഇൻഫൻറ്റ് ഡെത്ത് രജിസ്റ്റേർഡ് ഇൻ എ ഗിവൻ ഇയർ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് രജിസ്റ്റേർഡ് ഇൻ ദ സെയിം ഇയർ. ഓക്കെ, അപ്പം എത്ര കുട്ടികൾ ലെസ് ദാൻ 1 ഇയറിനകത്ത് മരിച്ചു, ദാറ്റ് ഈസ് വാട്ട് ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി റേറ്റ് ഗിവ്സ് യു. സോ നമ്പർ ഓഫ് റെസിഡൻറ്റ് ഇൻഫൻറ്റ് ലെസ് ദാൻ 1. അപ്പം ലെസ് ദാൻ 1 ഇയറിനുള്ളിൽ എത്ര ഡെത്ത്സ് ഉണ്ടായി. സോ നമ്പർ ഓഫ് റെസിഡൻറ്റ് ഇൻഫൻറ്റ് ഡെത്ത്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ഇയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡൻറ്റ് ലൈവ് ബേർത്ത്സ്. എത്ര കുട്ടികൾ ജീവനോടെ ജനിച്ചു. ഓക്കെ, ലൈവ് ബേർത്ത്സ് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഗിവ്സ്. ഓക്കെ, ആ പെർട്ടിക്കുലർ ഇയറിനകത്ത് ഇൻറ്റു 1000. സോ ദാറ്റ് ഈസ് വാട്ട് ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി റേറ്റ്. ഓക്കെ, it is a rate of infant death registered in a given year to the total number of live birth registered in the same year. Okay, അപ്പോൾ മൊർട്ടാലിറ്റിയുടെ എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. നമ്മൾ മൊർട്ടാലിറ്റി എന്താണെന്ന് പഠിച്ചു, മൊർട്ടാലിറ്റിയുടെ പല ടൈപ്സ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് 2 മെഷേഴ്സ് ഉണ്ട്, മെഷേഴ്സ് ഓഫ് മൊർട്ടാലിറ്റി, മെഷേഴ്സ് ഓഫ് മോർബിഡിറ്റി. സോ നൗ വി ആർ ഗോയിങ് ടു മെഷേഴ്സ് ഓഫ് മോർബിഡിറ്റി. മൊർട്ടാലിറ്റി കഴിഞ്ഞു. ഓക്കെ, വാട്ട് ഈസ് മോർബിഡിറ്റി? സിംപ്ലി പറഞ്ഞാൽ മോർബിഡിറ്റി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഡിപ്പാർച്ചർ ഫ്രം എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ വെൽബീങ്. നമ്മൾ വളരെ ആരോഗ്യപരമായി ഇരിക്കുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നത്, അതാണ് മോർബിഡിറ്റി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു അസുഖത്തിൻ്റെ ഒരു അവസ്ഥ, ഒരു ഡിസീസ്, അങ്ങനെ വേണമെങ്കിലും നമുക്ക് മോർബിഡിറ്റീനെ പറ്റി പറയാം. ഓക്കെ, സോ WHO എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് നോട്ടഡ് ഇൻ ഇറ്റ്സ് 6th റിപ്പോർട്ട് ദാറ്റ് മോർബിഡിറ്റി കുഡ് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് 3 യൂണിറ്റ്സ്. ഓക്കെ, അപ്പം 3 യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ഇല്ലായ പേഷ്യൻസ്. ഓക്കെ, പിന്നെ ഇൽനെസ് ദാറ്റ് ദീസ് പേഴ്സൺസ് എക്സ്പീരിയൻസ്ഡ്, അതിനെയും നമുക്ക് മോർബിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, പിന്നെ എന്തെങ്കിലും വയ്യായ നമ്മൾ പേഴ്സൺസ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് നമ്മൾ ഷെയർ ചെയ്യില്ലേ, അതിനെയും നമുക്ക് മോർബിഡിറ്റി ആയിട്ട് പറയാം. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ദീസ് ഇൽനെസ്, ഈ 3 കാറ്റഗറീസിനാണ് നമ്മൾ മോർബിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് WHO പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മോർബിഡിറ്റിക്ക് 3 ആസ്പെക്ട്സ് ഉണ്ട്, അതായത് ഫ്രീക്വൻസി, ഡ്യൂറേഷൻ ആൻഡ് സിവിയറിറ്റി. ഇപ്പോൾ നിങ്ങൾ മോർബിഡിറ്റി എന്ന് മനസ്സിൽ പറയുമ്പോൾ നിങ്ങൾ ഡിസീസുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡിസീസ് ഫ്രീക്വൻസി, ഡിസീസ് ഡ്യൂറേഷൻ ആൻഡ് ഡിസീസ് സിവിയറിറ്റി. ഓക്കെ, ഇതാണ് നമ്മൾ കോമൺലി മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മോർബിഡിറ്റി റേറ്റ്സ് അല്ലെങ്കിൽ മോർബിഡിറ്റി റേഷ്യോസ്. നമ്മൾ മൊർട്ടാലിറ്റി ചെയ്ത പോലെ മൊർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മൊർട്ടാലിറ്റി റേഷ്യോസ്. അപ്പം ഇതിനകത്ത് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡിസീസ് ഫ്രീക്വൻസിയാണ്. എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് ഒരു ഡിസീസ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, സോ ഡിസീസ് ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 മെയിൻ സംഭവങ്ങളാണ് ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് മിനിമം ഒരു 10 ക്വസ്റ്റനെങ്കിലും നിങ്ങൾക്ക് പൾസ് നിന്ന് കാണാം. വാട്ട് ഈസ് ഇൻസിഡൻസ്, വാട്ട് ഈസ് എ പ്രിവലൻസ്, അങ്ങനെ പറഞ്ഞിട്ട് വാട്ട് ആർ ദ മെഷർമെൻറ്റ്സ് ഓഫ് മോർബിഡിറ്റി, ഒരു മോർ ദാൻ 10 അല്ലെങ്കിൽ മോർ ദാൻ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും പൾസിൽ കാണാൻ പറ്റും. സോ അപ്പം മെഷേഴ്സ് ഓഫ് മോർബിഡിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ പറയണം ദാറ്റ് ഈസ് ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ്. ഓക്കെ, so what are the measures of mortality എന്ന് ചോദിക്കുകയാണെങ്കിൽ we have 6 categories. So what are the measures of morbidity എന്ന് ചോദിക്കുകയാണെങ്കിൽ definitely it is incidence and it is prevalence. Okay, clear? Okay, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. ഫസ്റ്റ് വൺ ഇസ് ഇൻസിഡൻസ്. സോ ഇൻസിഡൻസിന് നമുക്ക് ഇൻസിഡൻസ് റേറ്റ് ആയിട്ടും പറയാം. സോ വാട്ട് ഈസ് ഇൻസിഡൻസ് റേറ്റ്? ഇപ്പോൾ ഇൻസിഡൻസ് നിങ്ങൾ മനസ്സിൽ ഓർക്കുമ്പോൾ എപ്പോഴും ന്യൂ എന്ന് ആലോചിക്കണം. സോ ഇൻസിഡൻസ് ഇസ് something which is like the number of new cases occurring in a defined population during a specified period of time. എന്താണ് അവിടെ ന്യൂ ആയിട്ട് കാണുന്നത്, അതാണ് ഇൻസിഡൻസ്. ലൈക്ക് IN എന്നാലോചിച്ചാൽ മതി, IN. സോ ഇൻസിഡൻസ് ന്യൂ. സോ ഇൻസിഡൻസ് റേറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് ന്യൂ കേസസ് ഒക്കറിങ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ എത്തൊക്കെ ന്യൂ കേസസ് ആണ് അവിടെ ഒക്കർ ചെയ്യുന്നത്, അത് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇൻസിഡൻസ് റേറ്റ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ സെറ്റ് ഓഫ് ഡേറ്റാസ് തരും, അപ്പോൾ നിങ്ങൾ ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് എ സ്പെസിഫിക് ഡിസീസ് ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ്. സോ ഡിനോമിനേറ്റർ ഈസ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ അറ്റ് റിസ്ക്.
ഏത് പോപ്പുലേഷനാണോ അവിടെ ഡിസീസ് വരാൻ സാധ്യതയുള്ള പോപ്പുലേഷൻ. സോ റിമെമ്പർ ദിസ് ഡിനോമിനേറ്റർ ഇസ് പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻറ്റു 1000. സോ ദാറ്റ് ഈസ് ലൈക്ക് ഇൻസിഡൻസ് റേറ്റ്. Okay, so IN, incidence means rate of occurrence of a new cases, okay, divided by population at risk in a given time period into 1000. So that is incidence. Incidence means new cases. Clear? So it can also refer to new spells or episodes of the disease during a specific time interval. Okay, ഞാൻ നേരത്തെ പറഞ്ഞു. So most importantly, it is not influenced by the duration of the disease. Whatever be the duration, incidence is not affected. Why? Because it is always a new number of cases in a given population and in a given period of time. So duration അവിടെ ബാധകമല്ല. എത്ര സമയം അല്ലെങ്കിൽ എത്ര ആ ഡിസീസിൻ്റെ കാലയളവ് എത്രയുണ്ട് എന്നുള്ളത് അവിടെ ബാധകമല്ല. അപ്പോൾ നമ്മളെപ്പോഴും അവിടെ ന്യൂ കേസസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഓൾവേസ് റിമെമ്പർ ദിസ്, ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. വേറൊരു കാര്യം, ഇൻസിഡൻസിൽ നമ്മുടെ ഡിനോമിനേറ്റർ ഇസ് പോപ്പുലേഷൻ അറ്റ് റിസ്ക് ആണ്. ദിസ് ഓൾസോ യു ഷുഡ് റിമെമ്പർ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ജനറലി ലിമിറ്റഡ് ടു അക്യൂട്ട് കണ്ടീഷൻസ് ആണ്. സോ എപ്പോഴും ന്യൂ കേസസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാവുന്ന ആണല്ലോ. ലൈക്ക് അക്യൂട്ട് കേസസിലാണല്ലോ നമുക്ക് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ ന്യൂ കേസസ് ആയിട്ട് വരുന്നത്. സോ അതാണ് അങ്ങനത്തെ കണ്ടീഷൻസിലാണ് നമ്മൾ പൊതുവേ ഇൻസിഡൻസ് റേറ്റ്സ് കാണാറ്. അപ്പം ഏതെങ്കിലും ഒരു കൊളറ ഔട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി ഔട്ട് ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ദ മോസ്റ്റ് റിലവൻറ്റ് മെഷേഴ്സ് ഓഫ് എപ്പിഡമോളജി ദാറ്റ് വി ക്യാൻ യൂസ് ഇസ് ഇൻസിഡൻസ് റേറ്റ്. ഓക്കെ, അവിടെ എത്ര ന്യൂ കേസസ് ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് ഇൻസിഡൻസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി during January 1 to December 31 in 1991 is 5.95% over a 1 year period. ഓക്കെ, അപ്പോൾ അതാണ് ഇൻസിഡൻസ് റേറ്റ്. സോ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഇൻസിഡൻസിലേക്ക് പോകാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്. അത് ഇൻസിഡൻസിനോട് സിമിലർ ആണ്, പക്ഷേ ടൈം ഇൻ്റർവെല്ലിൽ അവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഫിക്സ്ഡ് പീരിയഡ് ആയിട്ടാണ്. So it is similar to incidence, but the time interval is expressed as a fixed period and result is expressed as a proportion. അപ്പം ടൈം പീരീഡ് പല പല ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് ആയിട്ടായിരിക്കും എക്സ്പ്രസ് ചെയ്തിരിക്കുക. ഫോർ എക്സാമ്പിൾ 6 months ഉണ്ടാവാം, 3 years ഉണ്ടാവാം, 5 years ഉണ്ടാവാം. സോ ആ പെർട്ടിക്കുലർ പീരിയഡിനകത്തുള്ള ഇൻസിഡൻസ് നമ്മൾ കാണണം. സോ ദാറ്റ് ഈസ് അബൌട്ട് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്. അടുത്തത് എപ്പിസോഡ് ഇൻസിഡൻസ് ആണ്. സോ എപ്പിസോഡ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആ വേർഡ് പോലെ തന്നെയാണ്. അതായത് ന്യൂ എപ്പിസോഡ്സ് ഓഫ് ഡിസീസ്, അതിൻ്റെ റേറ്റ് ഓഫ് ഒക്കറൻസ് ആണ് എപ്പിസോഡ് ഇൻസിഡൻസ്. സോ റേറ്റ് ഓഫ് ഒക്കറൻസ് ഓഫ് ന്യൂ എപ്പിസോഡ്സ് ഓഫ് ഡിസീസ് അറൈസിങ് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ വേറെ എന്തെങ്കിലും ന്യൂ ആയിട്ടുള്ള എപ്പിസോഡ്സ് ഓഫ് ഡിസീസ് ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പിസോഡ് ഇൻസിഡൻസ് ആണ്. അപ്പം ചില കേസിൽ പ്രീവിയസ് എപ്പിസോഡ്സ് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കേസിലെല്ലാം ഇതാണ് വളരെ നല്ലൊരു മെഷർ. Okay, so it is usefully applied where previous episodes may only be weekly reported. Okay, so two types ഉണ്ട്, cumulative and episode incident. Just മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസിഡൻസ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് വൺ ഇസ് പ്രിവലൻസ്. സോ ഇൻസിഡൻസ് മീൻസ് ന്യൂ കേസസ്. സോ വാട്ട് ഇസ് പ്രിവലൻസ്? സോ പ്രിവലൻസ് ഇറ്റ് ഇസ് സ്പെസിഫിക്കലി റിഫേഴ്സ് ടു ഓൾ ദ കറണ്ട് കേസസ്. അതായത് ഓൾഡും ന്യൂവും. ഇതിനകത്ത് ന്യൂ ഉണ്ട് പ്ലസ് ഓൾഡും കൂടിയുണ്ട്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ കറണ്ട് കേസസ്, ദറ്റ് ഇസ് ഓൾഡ് പ്ലസ് ന്യൂ, existing at a given point in time over a period of time in a given population. അപ്പം ഇൻസിഡൻസ് ഇസ് IN, that is new cases. This is like current cases, which means old and new, that is prevalence. Okay, അപ്പം ഇൻസിഡൻസ് ഞാൻ പറഞ്ഞു നമ്മൾ അക്യൂട്ട് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട്. പ്രിവലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ക്രോണിക് കേസസിനായിരിക്കും. കാരണം അത് ഓൾഡും ന്യൂവും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ കാലങ്ങളായിട്ടുള്ള ഡിസീസസ് അല്ലെങ്കിൽ കാലങ്ങളായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, എന്തെങ്കിലും ഒരു അവസ്ഥ, അതൊക്കെ നമുക്ക് തരുന്നത് പ്രിവലൻസ് റേറ്റ്സ് ആണ്. സോ അപ്പോൾ അത് ക്രോണിക് ഡിസീസിന് പറ്റിയ ഒരു മെഷറാണ് അല്ലേ. മറ്റേത് അക്യൂട്ട് കേസസിലാണ്, അതായത് ന്യൂ മാത്രമേ തരുന്നുള്ളൂ. ദിസ് ഇസ് ലൈക്ക് ഓൾഡ് ആൻഡ് ന്യൂ ഇറ്റ് വിൽ ഗിവ്. സോ ഇറ്റ് ഈസ് വെരി ആപ്റ്റ് മെഷർ ഫോർ അസസിങ് ദ ക്രോണിക് ഡിസീസ് ബേർഡൻ. അപ്പം പ്രിവലൻസ് ഇവിടെ രണ്ട് ടൈപ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് പോയിന്റ് പ്രിവലൻസ് ആൻഡ് പീരിയഡ് പ്രിവലൻസ്. നെക്സ്റ്റ് ഇസ് പോയിന്റ് പ്രിവലൻസ് ആണ്. അപ്പോൾ പോയിന്റ് പ്രിവലൻസ് എന്ന് വെച്ചാൽ ഓൾ ദ കറണ്ട് കേസസ് ഓഫ് എ ഡിസീസ് അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് ഇൻ റിലേഷൻ ടു എ ഡിഫൈൻഡ് ഓർ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ. സോ കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് വേർഡ് അറ്റ് വൺ ഗിവൺ പോയിന്റ് ഇൻ ടൈം. സോ ഈ ഫോർമുലയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ചോദിക്കാറുണ്ട്. നമ്പർ ഓഫ് ഓൾ കറണ്ട് കേസസ് അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ ടൈം divided by estimated population at the same point in time.
okay, into 100 estimated population at the same point. അപ്പം വാട്ട് ഇസ് പോയിന്റ് പ്രിവലൻസ്? നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റിനകത്ത് എത്ര കേസസ് ഉണ്ട്, അപ്പം എത്ര ഓൾഡ് ആൻഡ് ന്യൂ കേസസ് ഉണ്ട് ഡിവൈഡഡ് ബൈ ആ ടൈമിൽ, അതായത് പെർട്ടിക്കുലർ പോയിന്റിൽ എത്ര പോപ്പുലേഷൻ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു 100. സോ ദാറ്റ് ഈസ് വാട്ട് പോയിന്റ് പ്രിവലൻസ് ഈസ്. ഓക്കെ, സോ എന്താണ് പീരിയഡ് പ്രിവലൻസ്? അത് വളരെ ലെസ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ് മെഷേഴ്സ് ദ ഫ്രീക്വൻസി ഓഫ് ഓൾ കേസസ് എക്സിസ്റ്റിംഗ് ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, ഒരു പീരിയഡ് ഓഫ് ടൈം, ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിലുള്ള എല്ലാ കേസസും, ദാറ്റ് ഈസ് ഓൾഡ് പ്ലസ് ന്യൂ, അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പീരിയഡ് പ്രിവലൻസ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഫോർമുല അല്ലെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ ചോദിച്ചിട്ട് ഇവിടെ ഏതാണ് ആപ്റ്റ്, പീരിയഡ് ആണോ പോയിന്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ വാട്ട് ഈസ് ദ ഫോർമുല? നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് കേസസ് ദാറ്റ് ഈസ് ഓൾഡ് ആൻഡ് ന്യൂ ഓഫ് എ സ്പെസിഫൈഡ് ഡിസീസ് ഡ്യൂറിങ് എ given time interval. Note that word, it is measured when there is a given time interval is provided. So divided by mid interval population at risk into 100. So number of existing cases old plus new of a specific disease during a given time interval divided by the mid interval population at risk into 100. So that is about period prevalence. അവിടെ ഒരു ടൈം ഇൻ്റർവെൽ തന്നിട്ടുണ്ടായിരിക്കും. ആ ടൈം ഇൻ്റർവെൽ, അതായത് പീരിയഡ് ഓഫ് ഒരു പീരിയഡ്. സോ that is why it is known as period prevalence. ഓക്കെ, ക്ലിയർ? നമുക്കപ്പോൾ പോയിൻറ്റും പീരിയഡ് പ്രിവലൻസും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, സോ ഡു യു കറൻ്റ്ലി ഹാവ് ആസ്മ? സോ അതൊരു പെർട്ടിക്കുലർ, നമ്മൾ ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നത്, ആ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. സോ ദർ വി ക്യാൻ യൂസ് പോയിന്റ് പ്രിവലൻസ്. ഓക്കെ, ഹാവ് യു ഹാഡ് ആസ്മ ഡ്യൂറിങ് ദ ലാസ്റ്റ് ഇയേഴ്സ്? സോ ദർ ഇസ് എ ഡിഫൈൻഡ് പീരിയഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഒരു ടൈം ഇൻ്റർവെൽ ഉണ്ട്. സോ ഹിയർ വി ക്യാൻ യൂസ് പീരിയഡ് പ്രിവലൻസ്. So this is just to make you understand the difference between point and period prevalence. ഇതും റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു സെനാരിയോ തന്നിട്ട് which is the apt epidemiological measure that you can use here. So you should write whether it is a point prevalence or a period prevalence, whether it is an incidence or so and so. So concept വളരെയധികം ക്ലിയർ ആക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രിവലൻസിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പ്രിവലൻസ് ഇൻക്രീസ് ചെയ്യും, എന്തൊക്കെ കാരണം കൊണ്ട് പ്രിവലൻസ് ഡിക്രീസ് ചെയ്യും എന്ന് നോക്കാം. ഓക്കെ, ഡ്യൂറേഷൻ, ഒരു ഡിസീസിൻ്റെ ഡ്യൂറേഷൻ കൂടിക്കഴിഞ്ഞാൽ, ഓക്കെ, അവിടെ നമ്മൾ പഠിച്ചു ഇൻസിഡൻസ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡ്യൂറേഷൻ. ഓക്കെ, ഹിയർ പ്രിവലൻസ് ഇസ് ഡിപെൻഡൻറ്റ് ഓൺ ഡ്യൂറേഷൻ. വൈ? ബിക്കോസ് അത് നമുക്ക് കറണ്ട് കേസസ് തരുന്നുണ്ട്. ദാറ്റ് ഇസ് ഓൾഡ് പ്ലസ് ന്യൂ കേസസ് മാത്രമല്ല. അപ്പം ഓൾഡ് കേസസിനകത്ത് ഡ്യൂറേഷൻ വളരെ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രിവലൻസും കൂടും, അല്ലേ? ഇപ്പോൾ ക്രോണിക് ആയിട്ടൊരു ഡിസീസ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനുണ്ടെങ്കിൽ നോർമലി പ്രിവലൻസ് ഓഫ് ദ ഡിസീസ് വിൽ ഓൾസോ ഇൻക്രീസ്. ഓക്കെ, സോ ഇറ്റ് ഇസ് ലോങ്ങർ ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്, പ്രിവലൻസ് വിൽ ബി മോർ. പിന്നെ പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യൻസ് വിത്തൗട്ട് ക്യൂർ, ഇൻക്രീസ് ഇൻ ന്യൂ കേസസ്, ഇൻസിഡൻസ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രിവലൻസ് കൂടും. അതുപോലെ നമ്മുടെ പ്രോപ്പറായിട്ട് ക്യൂർ എടുക്കാണ്ട് ജസ്റ്റ് ലൈഫ് മാത്രം പ്രൊലോങ് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഡിസീസ് വിൽ ബി ദർ, അപ്പോഴും എന്താണ്? പ്രിവലൻസ് കൂടും, അല്ലേ? സോ അതാണ് പ്രൊലോങ്ങേഷൻ ഓഫ് ദ ലൈഫ് ഓഫ് പേഷ്യൻസ് വിത്തൗട്ട് ക്യൂർ. പിന്നെ മൈഗ്രേഷൻ ഓഫ് കേസസ്, അതായത് കേസസ് മൈഗ്രേറ്റ് ചെയ്ത് വന്നാൽ, നമ്മുടെ രാജ്യത്തിലേക്ക് വന്നാൽ അപ്പോഴും പ്രിവലൻസ് കൂടും. പിന്നെ ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, അതായത് നമ്മുടെ രാജ്യത്തുള്ള ഹെൽത്തി പീപ്പിൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ളവരെല്ലാം ഡിസീസ്ഡ് പീപ്പിളായി ആവുകയാണെങ്കിൽ ദർ ഓൾസോ പ്രിവലൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഡിസീസ് വിൽ ബി മോർ. ഓക്കെ, പിന്നെ സസെപ്റ്റബിൾ പീപ്പിളിൻ്റെ മൈഗ്രേഷൻ അപ്പോഴും കൂടും. പിന്നെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡിസീസ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലേ? സോ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ആണ്, നോട്ട് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യും. സോ നാച്ചുറലി പ്രിവലൻസ് വിൽ ബി മോർ. സോ ഇതൊക്കെയാണ് പ്രിവലൻസിനെ ഇൻക്രീസ് ചെയ്യിക്കുന്ന ഫാക്ടേഴ്സ്. സോ സിമിലർലി കൗണ്ടർ പാർട്ട് എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ഡ്യൂറേഷൻ കുറഞ്ഞാൽ എന്തായിരിക്കും? പ്രിവലൻസും കുറയും. ഹൈ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഫ്രം ദ ഡിസീസ്. ഓക്കെ, കേസ് ഫെറ്റാലിറ്റി ആണെങ്കിൽ എന്താ? ആളുകൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകളില്ല, ദർ ഇസ് നോ പീപ്പിൾ, റൈറ്റ്? സോ ദർ ഇസ് നോ ഡിസീസ്, അപ്പോഴും പ്രിവലൻസ് കുറയും. പിന്നെ ന്യൂ കേസസ് കുറഞ്ഞു കഴിഞ്ഞാൽ, പുതിയതുണ്ടാകുന്ന കേസ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രിവലൻസ് കുറയും, അല്ലേ? പിന്നെ ഹെൽത്തി പീപ്പിളിൻ്റെ മൈഗ്രേഷൻ, ഇങ്ങോട്ടേക്ക് ഹെൽത്തി പീപ്പിൾ വന്നാൽ പ്രിവലൻസ് എന്തായിരിക്കും? കുറയും. ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്, അസുഖമുള്ള ആൾക്കാർ പുറത്തേക്ക് പോയാലും പ്രിവലൻസ് കുറയും. പിന്നെ അവിടെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്താലാണ്. ഇപ്പം ഇവിടെ എന്താണ്? ക്യൂർ റേറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ, അതായത് ഡിസീസ് മാറിക്കഴിഞ്ഞാലും പ്രിവലൻസ് കുറയും.
So these are the factors affecting the prevalence rate. Okay, prevalence is, remember this, prevalence is always depend upon duration, whereas incidence is independent of duration. Okay, clear, no? So അടുത്തത് യൂസസ് ഓഫ് പ്രിവലൻസ് ആണ്. നമ്മൾ ഇൻസിഡൻസിൻ്റെ യൂസസ് പഠിച്ചു, പ്രിവലൻസിൻ്റെ യൂസസ് ഇനി പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രിവലൻസ് ഇസ് ബെസ്റ്റ് ഫോർ എസ്റ്റിമേറ്റിംഗ് എ ബേർഡൻ ഓഫ് ക്രോണിക് ഡിസീസ്, അല്ലെങ്കിൽ ഒരു കുറേ കാലങ്ങളായിട്ടുള്ള ഡിസീസിൻ്റെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് പ്രിവലൻസ്, അല്ലെങ്കിൽ ഒരു മെഷറിംഗ് റേറ്റ് ആണ് പ്രിവലൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് യൂസസ് ലൈക്ക് ടു ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസീസ് ബേർഡൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, ഒരു ഡിസീസ് ബേർഡൻ അല്ലെങ്കിൽ ഒരു ക്രോണിക് ഡിസീസ് മെഷർ ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എപ്പിഡമോളജിക്കൽ മെത്തേഡ് ഏതാണ്, അല്ലെങ്കിൽ എപ്പിഡമോളജിക്കൽ മെഷർ ഏതാണ്? സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് പ്രിവലൻസ്. ഓക്കെ, so remember this, disease burden prevalence, and whereas acute cases ആകുമ്പം it will be incidence. Okay, and so ഇതൊക്കെ നമ്മൾ എന്തിനാണ് അസസ് ചെയ്യുന്നത്? ഹൈ റിസ്ക് പോപ്പുലേഷൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ്, ഡിസീസ് ബർഡൻ ഇൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻസ്. നമ്മൾ കണ്ടുപിടിച്ച ദെൻ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു, നമ്മൾ എപ്പിഡമോളജിയുടെ ഡെഫിനിഷൻ പഠിച്ച പോലെ വി ഹാവ് ടു അപ്ലിക്കേഷൻ ഓഫ് ദി സ്റ്റഡി ടു improve the health of the people by controlling the health issues, അല്ലേ? സോ നമ്മൾ ഇതെല്ലാം ഹെൽത്തി അല്ലാത്ത പീപ്പിളിനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈ റിസ്ക് പോപ്പുലേഷനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. അവർക്ക് പ്രോപ്പർ ബെഡ് കൊടുക്കണം, മാൻ പവർ വേണം, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, അവരെങ്ങനെയൊക്കെ നമുക്ക് ഡിസീസ് കുറയ്ക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പം പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സർവീസസ് ഷുഡ് ബി ഡൺ. സോ ദാറ്റ് ആർ ദ യൂസസ് ഓഫ് പ്രിവലൻസ്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ എക്സാമ്പിളാണ്. സോ Trichy is a town in Tamil Nadu which has a population of 20,000. Okay, in 2003, 2,000 residents of this town are diagnosed with the disease. Okay, in 2004, 1,000 residents of the town are discovered with the same disease. Okay, അപ്പോൾ നമ്മൾ we have to find out the incidence and prevalence of the disease in 2004. Okay, ഞാൻ ആൻസർ ഫുള്ള് പറയില്ല, I will just tell you how to do. Okay, so incidence എന്ന് പറയുന്നത് ന്യൂ കേസസ് ആണ്. അപ്പോൾ 2004 എത്ര ന്യൂ കേസസ് വന്നു? So it will be 1000, അല്ലേ? ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ടോട്ടൽ പോപ്പുലേഷൻ? ഇറ്റ് ഇസ് 20,000. ഓക്കെ, അതിൽ 2003 2000 പേർക്ക് ഓൾറെഡി ഡിസീസ് ഡയഗ്നോസ് ചെയ്തു. സോ അവർ ഇനി ദേ ആർ നോ ലോങ്ങർ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ഡിസീസ്, അല്ലേ? അപ്പം പോപ്പുലേഷൻ അറ്റ് റിസ്ക് വിൽ ബി 20,000 മൈനസ് 2,000. ഓക്കെ, സോ ദാറ്റ് വിൽ ബി യുവർ ഇൻസിഡൻസ് റേറ്റ്. അപ്പം ന്യൂ കേസസ് ഇസ് ലൈക്ക് 1000 ഡിവൈഡഡ് ബൈ 20,000 മൈനസ് 2,000. Okay, so that is your incidence rate. So what about prevalence? Prevalence എന്ന് പറയുമ്പം 2004 old and new cases നമ്മൾ നോക്കണം. So that will be 1000 plus 2000. So that will be 3000, അല്ലേ? Total cases 3000 ആണ്, divided by population, total population at that given time period. So that will be 20,000. So that is about prevalence. Okay, so just ഒരു എക്സാമ്പിൾ തന്നതാണ് to clear about incidence and prevalence. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സംഭവമാണ് പ്രിവലൻസ് വേഴ്സസ് ഇൻസിഡൻസ്. ഓക്കെ, സോ ഈ പ്രിവലൻസും ഇൻസിഡൻസിനും തമ്മിലൊരു ചെറിയ റിലേഷൻ ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ദറ്റ് ഇക്വേഷൻ? പ്രിവലൻസ് ഈക്വൽ ടു ഇൻസിഡൻസ് ഇൻ ടു ഡ്യൂറേഷൻ. അപ്പം നമുക്ക് ഇൻസിഡൻസ് തന്നു കഴിഞ്ഞാൽ, ഇൻസിഡൻസും ആ ഡിസീസിൻ്റെ ഡ്യൂറേഷനും തന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് പ്രിവലൻസ്, അല്ലേ? ലോജിക്കലി കറക്റ്റ് അല്ലേ? എത്രത്തോളം ആ ഡിസീസ് അവിടെ പ്രിവെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ തന്നാൽ ദാറ്റ് വിൽ ബി ദ പ്രിവലൻസ്, അല്ലേ? കറണ്ട് ആൻഡ് ന്യൂ കേസസ് ആണ് നമ്മൾ പ്രിവലൻസിൽ പറയുന്നത്. അപ്പോൾ ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ന്യൂ കേസസ് തന്നു, അതിൻ്റെ ഡ്യൂറേഷൻ തന്നാൽ വി വിൽ ഗെറ്റ് ദ പ്രിവലൻസ്. സോ പി ഈക്വൽ ടു ഐ ഡി, പ്രിവലൻസ് ഈക്വൽ ടു ഇൻസിഡൻസ് ഇൻ ടു ഡ്യൂറേഷൻ. അപ്പോൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും, ഐ ഈക്വൽ ടു പി ബൈ ഡി. സോ സി, നമുക്ക് ചിലപ്പോൾ പ്രിവലൻസ് തരും, ഇൻസിഡൻസ് തരും. ഓക്കെ, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡ്യൂറേഷൻ ചോദിക്കാം. സിമിലർലി പ്രിവലൻസ് തരും, ഡ്യൂറേഷൻ തരും, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻസിഡൻസ്. ഓക്കെ, സോ അതാണ് പ്രിവലൻസിൻ്റെയും ഇൻസിഡൻസിൻ്റെയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, സോ ഇൻസിഡൻസ് എപ്പോഴും ആലോചിക്കണം, ഇൻസിഡൻസ് നമ്മൾ അക്യൂട്ട് കണ്ടീഷൻസിലാണ് നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്. പ്രിവലൻസ് എന്ന് പറയുന്നത് ക്രോണിക് കേസസിലാണ്, അതായത് ഡിസീസ് ബേർഡൻ മെഷർ ചെയ്യാൻ. ക്ലിയർ? പിന്നെ ഇൻസിഡൻസ് എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ, it is independent of duration, whereas prevalence is always depending upon duration. It is dependent on duration. Okay, അപ്പോൾ ഇത് ചെറിയ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തായിട്ട് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് എ ജാർ, ഇതിലേക്ക് നമ്മൾ ലെറ്റ് ഇറ്റ് ബി എ വാട്ടർ അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എ ബബിൾ. ഓക്കെ, അപ്പം ഈ ന്യൂ ബബിൾസ് വരുന്നത് അല്ലെങ്കിൽ സ്റ്റോൺസ്, ഓക്കെ,
ന്യൂ സ്റ്റോൺസ് വരുന്നത് ദാറ്റ് ഈസ് ദ ഇൻസിഡൻസ് ആണ്. അപ്പം ഈ ഒരു ജാറിനകത്ത് ഓൾറെഡി കുറച്ച് സ്റ്റോൺസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രിവലൻസ്. അപ്പം ന്യൂ സ്റ്റോൺസ് വന്നു, സോ ദാറ്റ് ഈസ് ദ ഇൻസിഡൻസ് അല്ലേ. ന്യൂ സ്റ്റോൺസ് കാണുന്നില്ലേ. അപ്പം പ്രിവലൻസ് എന്ന് പറയുമ്പോൾ ഈ വന്ന ന്യൂ സ്റ്റോൺസും പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ളതും കൂടിയാണ് നമ്മൾ പ്രിവലൻസിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ കുറച്ച് ഇതിങ്ങനെ പോകുന്നുണ്ട്, കുറച്ച് സ്റ്റോൺസ് ഇങ്ങനെ സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പം പ്രിവലൻസ് എന്ന് പറയുമ്പോൾ ഒരു ഡിസീസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഡിസീസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഏത് ഹി ഓർ ഷീ ഷുഡ് ബി ക്യൂർഡ്, അല്ലെങ്കിൽ ഹി ഓർ ഹീ ഷുഡ് ബി എന്താണോ മരിച്ചു പോകണം. either he or she should be dead അല്ലെങ്കിൽ ഷുഡ് ബി ക്യൂർഡ് ആയിരിക്കണം. അപ്പം എന്താവണം, പ്രിവലൻസ് അല്ലെങ്കിൽ ഒരു ക്രോണിക് കേസ് എന്ന് മാറും. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഷോൺ ആസ് ഡെത്ത് അല്ലെങ്കിൽ ക്യൂർസ്. അപ്പോൾ ഈ എസ്കേപ്പ് ചെയ്ത് പോകുന്നതാണ് ഡെത്ത് അല്ലെങ്കിൽ ക്യൂറായിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് കുറേ ബബിൾസ് വരുന്നത് ഇസ് ഇൻസിഡൻസ്, അവിടെ ഓൾറെഡി ഉള്ളതാണ് പ്രിവലൻസ്. എസ്കേപ്പ് ചെയ്ത് പോകുന്നതാണ് ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ ക്യൂർ റേറ്റ്. ഓക്കെ, സോ ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു എന്നേ ഉള്ളൂ. ന്യൂ ആയിട്ട് വരുന്ന ഇൻസിഡൻസ്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രിവലൻസ്, പോകുന്നത് either in the form of death or in the form of a cure rate. That's it. So P equal to ID. Okay, incidence and new cases, prevalence is the current plus new cases. So incidence, prevalence, measures of morbidity, measures of mortality, everything is clear. Okay, അപ്പം ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എപ്പിഡമോളജിയുടെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇനി വരുന്നതാണ് ഡിഫറെൻറ്റ് എപ്പിഡമോളജിക്കൽ അപ്രോച്ചസ് അല്ലെങ്കിൽ എപ്പിഡമോളജിക്കൽ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഈ ടേംസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സർവൈവൽ റേറ്റ് ചിലപ്പോൾ യൂസ് ചെയ്യാം, നമ്മൾ ചിലപ്പം ഇൻസിഡൻസ് യൂസ് ചെയ്യാം, പ്രിവലൻസ് യൂസ് ചെയ്യാം. സോ അപ്പോഴൊക്കെ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റണം. സോ വാട്ട് ഈസ് ഇൻസിഡൻസ്, വാട്ട് ഈസ് എ പ്രിവലൻസ്, അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഓക്കെ, സോ അടുത്തതായിട്ട് കോമൺ ടേംസ് യൂസ്ഡ് ഇൻ എപ്പിഡമോളജിയാണ്. ഇതും ചോദിക്കാറുണ്ട്. ഓക്കെ, വാട്ട് ഈസ് എൻ എപ്പിഡമിക്, പാൻഡമിക് അല്ല. അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ മനസ്സിലാക്കുക, എന്താണ് അതിൻ്റെ ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ വാട്ട് ഈസ് എൻ എപ്പിഡമിക്, അതായത് നമുക്ക് ഇപ്പോൾ എപ്പിഡമിക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, പാൻഡമിക് എന്താണെന്ന് ഒബ്വിയസ്ലി അറിയാം. സോ എപ്പിഡമിക് ഇറ്റ് ഈസ് എ അൺയൂഷ്വൽ ഒക്കറൻസ് ഇൻ എ കമ്മ്യൂണിറ്റി ഓർ എ റീജിയൻ. So unusual occurrence in a community or region of disease, specified health related behavior or other health related events clearly in excess of its expected occurrence. Okay, ഞാൻ ജസ്റ്റ് ബോൾഡിലായിട്ട് അല്ലെങ്കിൽ കളർ മാറ്റിയത് മാത്രം നോക്കുക. അൺയൂഷ്വൽ ഒക്കറൻസ് വിച്ച് ഇസ് ക്ലിയർലി ഇൻ എക്സസ് ഓഫ് ദ എക്സ്പെക്റ്റഡ് ഒക്കറൻസ്. അതായത് അൺയൂഷ്വലാണ്, നമ്മൾ സാധാരണ കാണാത്തതാണ്. പിന്നെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ കവച്ച് വെക്കുക. അതായത് ക്ലിയർലി ഇറ്റ് ഷുഡ് ബി ഇൻ എക്സസ് ഓഫ് ദ എക്സ്പെക്റ്റഡ് ഒക്കറൻസിനേക്കാളും എത്രയോ 10 മടങ്ങ് കൂടുതലായിരിക്കണം. സോ ദാറ്റ് ഈസ് എൻ എപ്പിഡമിക്. അപ്പം ആദ്യം ചൈനയിൽ മാത്രമാണ് നമ്മുടെ കൊറോണ വൈറസ് വന്നത്. സോ അപ്പോൾ അത് അവിടെ ഒരു എപ്പിഡമിക് ആയിരുന്നു. ഇറ്റ് വാസ് എൻ ഔട്ട് ബ്രേക്ക് അല്ലേ, അവിടെ മാത്രം വന്നു. പിന്നെ അത് ഫുൾ വേൾഡിലേക്ക് പരന്നപ്പോഴാണ് ഇറ്റ് ബിക്കേം എ പാൻഡമിക്. സോ എപ്പിഡമിക്കും പാൻഡമിക്കും ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. സോ എപ്പിഡമിക് നമുക്ക് എന്തും ആവാം. ഫോർ എക്സാമ്പിൾ ഇൻഫ്ലുവൻസ, ഒരു ഡയറിയ എപ്പിഡമിക് ആവാം, കോളറ എപ്പിഡമിക് ആവാം, ഡയറിയ എപ്പിഡമിക് ആവാം, നമ്മുടെ കോളറ ആവാം, പിന്നെ എന്താ പറയുക ഇൻഫ്ലുവൻസ, സാർസ്, ഇതെല്ലാം എപ്പിഡമിക് ആയിട്ട് മാറാം. ഓക്കെ, സോ ദാറ്റ് ഈസ് എപ്പിഡമിക്, അൺയൂഷ്വൽ, ക്ലിയർലി ഇൻ എക്സസ് ഓഫ് ദ എക്സ്പെക്റ്റഡ് ഒക്കറൻസ്. ഇത്രയും ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇസ് എൻഡമിക്. എൻഡമിക് എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു കോൺസ്റ്റൻറ്റ് ഒക്കറൻസ് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് എ ഡിസീസ് ഓർ ആൻ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഇൻ എ ജിയോഗ്രഫിക് ഏരിയ ഓർ എ പോപ്പുലേഷൻ ഗ്രൂപ്പ് വിതൗട്ട് ഇമ്പോർട്ടേഷൻ ഫ്രം ഔട്ട്സൈഡ്. So it can be referred as a usual or expected frequency of the disease. നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. സോ എൻഡമിക് എന്ന് വെച്ചാൽ എപ്പിഡമിക്, നൗ ഇറ്റ് ഈസ് എൻഡമിക്. ഇറ്റ് ഈസ് ലൈക്ക് വിത്തിൻ ദ റീജിയൻ, എൻഡമിക് അങ്ങനെ ആലോചിക്കണം. സോ കോൺസ്റ്റൻറ്റ് പ്രസൻസ് ഓഫ് എ സംതിങ്. ഓക്കെ, വിത്തിൻ എ ജോഗ്രഫിക് ഏരിയ, അത് പുറത്തുനിന്ന് കൊണ്ടുവന്നല്ല, അവിടെ തന്നെ ഓൾറെഡി ഉള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഫ്ലൂറോസിസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ വാട്ടറിൽ ഓൾറെഡി ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കൂടുതലാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ബീങ് ഇമ്പോർട്ടഡ് ഫ്രം ഔട്ട്സൈഡ്, ഇറ്റ് ഈസ് ഓൾറെഡി പ്രസൻറ്റ് ദർ. ഓക്കെ, ദ കോൺസ്റ്റൻറ്റ് പ്രസൻസ് ഓഫ് സംതിങ്, എനി കൈൻഡ് ഡിസീസ് ആവാം, ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ആവാം, എന്തും ആവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലേറിയ ഹിൽ ഏരിയസിൽ ഭയങ്കര കൂടുതലാണ്. സോ അവിടെ ഓൾറെഡി അത് എൻഡമിക് ആണ്. പിന്നെ ഗോയിറ്റർ അല്ലേ, ഗോയിറ്ററും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഈസ് എൻ എൻഡമിക് ഡിസീസ് അല്ലേ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിഡമിക് ആൻഡ് എൻഡമിക്. ഞാൻ ഈ ബ്രൗണിൽ മാർക്ക് ചെയ്ത് മാത്രം വായിച്ചാൽ മതി കേട്ടോ. സോ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു ടു റിമെമ്പർ ആൻഡ് റീകളക്ട്.
അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് സ്പൊറാഡിക് ആണ്. അതിൻ്റെ വേർഡ് മീനിങ് ഈസ് സ്കാറ്റേർഡ് അബൌട്ട്. സോ എസ് എന്ന് റിലേറ്റ് ചെയ്യണം. സ്പൊറാഡിക് മീൻസ് സ്കാറ്റേർഡ് അബൌട്ട്. അപ്പം അതിനകത്ത് കേസസ് എന്തായിരിക്കും? ഇറഗുലർലി ആണ് ഒക്കർ ചെയ്യുന്നത്. ഇറഗുലർലി അല്ലെങ്കിൽ ഹാഫിസാഡ്ലി, ഫ്രം ടൈം ടു ടൈം ആൻഡ് ജനറലി ഇൻഫ്രീക്വൻ്റ്ലി. സോ അതാണ് സ്പൊറാഡിക്. ഫോർ എക്സാമ്പിൾ ടെറ്റനസ് അല്ലെങ്കിൽ റാബീസ്, അതൊക്കെയാണ് സ്പൊറാഡിക്കിന് എക്സാമ്പിൾ. സോ അടുത്തത് പാൻഡമിക് ആണ്. സോ പാൻഡമിക്കിന് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു എപ്പിഡമിക് ഒരു ലാർജ് പ്രപ്പോർഷനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ പാൻഡമിക്, ഒക്കറിങ് ഓവർ എ വൈഡ് ജോഗ്രഫിക് ഏരിയ. എൻറ്റയർ നേഷൻ ആവാം അല്ലെങ്കിൽ എൻറ്റയർ കോണ്ടിനെൻ്റ് ആവാം. So the best example is Corona and Great Plague of 18th century. Okay. Next one is exotic. Exotic എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഡിസീസ് ഇല്ല. ദറ്റ് ഈസ് ടു ബീൻ ഇമ്പോർട്ടഡ് ഇൻ ടു അവർ കൺട്രി ഇൻ വിച്ച് ദി ഡു നോട്ട് അതർവൈസ് ഒക്കർ. എന്നൊരു എക്സാമ്പിളാണ് കൊറോണ, എബോള വൈറസ് എല്ലാം. വേറൊരു രാജ്യത്ത് നമ്മുടെ രാജ്യത്തിലേക്ക് ഇമ്പോർട്ടഡ് ആവുന്ന ഡിസീസ്. അപ്പം കൊറോണയൊക്കെ അതിന് എക്സാമ്പിളാണ് അല്ലേ. സോ അടുത്ത ടേംസ് സൂനോസിസും എപ്പിസൂട്ടിക്കും. സോ സൂനോസിസ് എന്ന് വെച്ചാൽ ഒരു ഇൻഫെക്ഷൻ ഓർ ഇൻഫെക്ഷ്യസ് ഡിസീസ് വിച്ച് ഇസ് ട്രാൻസ്മിബിൾ അണ്ടർ നാച്ചുറൽ കണ്ടീഷൻസ്, അതായത് ഫ്രം വെർട്ടിബ്രേറ്റ് ആനിമൽസ് ടു മാൻ. അതായത് ആനിമൽസിൽ നിന്ന് മാനിലേക്ക് നാച്ചുറൽ കണ്ടീഷൻസ് വഴി സ്പ്രെഡ് ആവുന്നൊരു ഡിസീസാണ്. അപ്പം ആന്ത്രാക്സ്, റാബീസ്. അപ്പം റാബീസ് വരുന്നത് നമ്മൾ ഡോഗ് ബൈറ്റ് ചെയ്താൽ നമുക്ക് റാബീസ് വരും. ആന്ത്രാക്സും നമ്മളെ കൗ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് സൂനോസിസ്. എപ്പിസോട്ടിക് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡിസീസ് ഔട്ട് ബ്രേക്ക് ഇൻ ആനിമൽ പോപ്പുലേഷൻ ആണ്. ഓക്കെ. അത് ഇറ്റ് മേ ഓർ മൈറ്റ് നോട്ട് എഫക്റ്റ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഓക്കെ. എക്സാമ്പിളാണ് സ്വൈൻ ഫ്ലൂ, നമ്മുടെ പക്ഷിപ്പനി. ഓക്കെ. നമ്മളത് കഴിച്ച പനി വന്ന പക്ഷി അല്ലെങ്കിൽ കോഴിയെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാതിരിക്കാം അല്ലേ, പക്ഷിപ്പനി. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എപ്പിസോട്ടിക്. ഓക്കെ. അപ്പം ഇത്രയും ടേംസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിന് കൂടുതലായിട്ട് ചില എക്സ്പ്ലനേഷൻസ് നിങ്ങളുടെ പൾസിൽ കുറച്ച് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതും വായിക്കുക. സോ മേജർ എല്ലാം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മളപ്പം എപ്പിഡമോളജിയുടെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി നമുക്ക് കുറേ മെത്തേഡ്സ് പഠിക്കാനുണ്ട്, അപ്രോച്ചസ് എല്ലാം പഠിക്കാനുണ്ട്. സോ അതെല്ലാം അടുത്ത ക്ലാസ്സസിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ഇട്ടു എന്നേ ഉള്ളൂ. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ.